പ്രൈസ് ദി ലോർഡ്. കർത്താവിന്റെ അതിപരിശുദ്ധമായ നാം വാഴ്ത്തപ്പെടട്ടെ. ഈ നല്ല സമയത്തെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുകയും വാഴ്ത്തുകയും ചെയ്യുന്നു. വിവിധ സ്ഥലങ്ങളിൽ രാജ്യങ്ങളുമായിരുന്ന ദൈവത്തിന് വചനം കേൾക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും കർത്താവായ യേശുക്രിസ്തുവിന്റെ വിലയേറിയ നാമത്തിൽ എന്റെ സ്നേഹവന്ദനം അറിയിക്കുന്നു. അല്പസമയത്തെ ദൈവവചന ചിന്തയ്ക്കായി ഒരു ദൈവവചന ഭാഗം വായിക്കുന്നു. ലൂക്കോസ് എഴുതിയ സുവിശേഷം 22-ാം അധ്യായം അതിന്റെ 43-44 വാക്യങ്ങൾ. അവനെ ശക്തിപ്പെടുത്തുവാൻ സ്വർഗത്തിൽ നിന്ന് ഒരു ദൂതൻ അവന് പ്രത്യക്ഷനായി. പിന്നെ അവൻ പ്രാണവേദനയിലായി അതിശ്രദ്ധയോടെ പ്രാർത്ഥിച്ചു. അവന്റെ വിയർപ്പ് നിലത്തു വീഴുന്ന വലിയ ചോരത്തുള്ളി പോലെയായി. വളരെ അനുഗ്രഹിക്കപ്പെട്ട നല്ല തിരുവെഴുത്തിനായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. കർത്താവായ യേശുക്രിസ്തുവിന്റെ ക്രൂശീകരണത്തോടുള്ള ബന്ധത്തിൽ ഗെത്സമന തോട്ടത്തിൽ വെച്ചുള്ള ഒരു ശ്രദ്ധേയമായ പ്രാർത്ഥനയാണ് നാം വായിച്ചു കേട്ട ദൈവവചന ഭാഗം എന്ന് പറയുന്നത്. വളരെ ചിന്തിക്കുവാനും ധ്യാനിക്കുവാനും ആത്മീയമായ അനുഗ്രഹം പ്രാപിക്കാനും ഒക്കെ പ്രയോജനപ്പെടുന്ന അതിശ്രേഷ്ഠമായ വചനമാണ് വായിച്ചത്. നാം ചിന്തിക്കുന്ന വചനം എന്ന് പറയുന്നത് പിന്നെ അവൻ പ്രാണവേദനയിലായി എന്നുള്ളതാണ്. എന്നിട്ട് പറയുന്നത് അതിശ്രദ്ധയോടെ പ്രാർത്ഥിച്ചു. അവന്റെ വിയർപ്പ് നിലത്ത് വീഴുന്ന ഹല്ലേലൂയ വലിയ ചോരത്തുള്ളി പോലെയായി. കഴിഞ്ഞ ദിവസവും നമ്മൾ യേശുവിന്റെ രക്തത്തിന്റെ പ്രാധാന്യത നമ്മൾ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. ഈ ദിവസങ്ങളിൽ നമ്മൾ യേശുവിന്റെ രക്തത്തിന്റെ പ്രാധാന്യതയെക്കുറിച്ചാണ് നമ്മൾ സംസാരിക്കുവാൻ ആഗ്രഹിക്കുന്നത്. ചില ദിവസങ്ങളൊക്കെ ഹല്ലേലൂയ. ഇവിടെ നാം ഈ വചനം വായിക്കും. ലൂക്കോസ് സുവിശേഷം വായിക്കുമ്പോൾ വിയർപ്പ് ചോരത്തുള്ളി പോലെ ആയി എന്നുള്ളത് വായിക്കുമ്പോൾ മത്തായിയുടെ സുവിശേഷം 26-37-46 വരെയുള്ള വാക്യങ്ങളിൽ അതിന്റെ വ്യാഖ്യാനങ്ങളിൽ അത് സംബന്ധിച്ച് വിശദീകരണങ്ങൾ ഉണ്ടെങ്കിലും ലൂക്കോസ് മാത്രം പറയുന്ന ചില കാര്യങ്ങളെയാണ് ഇവിടെ നമ്മൾ ചിന്തിക്കുന്നത്. ഹല്ലേലൂയ. അപ്പോൾ ദൂതൻ യേശുവിനെ ശക്തിപ്പെടുത്തുവാനായി വന്നതും വിയർപ്പ് തുള്ളികൾ നിലത്ത് വീഴുന്ന വലിയ ചോരത്തുള്ളികൾ പോലെ ആയി എന്നതും ഹല്ലേലൂയ ഇത് ലൂക്കോസ് മാത്രം രേഖപ്പെടുന്നതാണ്. മാത്രമല്ല ഹല്ലേലൂയ അറുക്കപ്പെട്ട വലത് ചെവി സൗഖ്യമാക്കിയ വിവരവും ലൂക്കോസെ പറയുന്നുള്ളൂ. ഹല്ലേലൂയ. കർത്താവ് ആ ദാസനെ അപ്പോൾ തന്നെ സൗഖ്യമാക്കിയില്ലായിരുന്നുവെങ്കിൽ പത്രോസ് ഒരു കുറ്റക്കാരനായി തീർന്നതിനെ ശിക്ഷാവിധിക്ക് യോഗ്യനുമായേനെ. അത് വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഹല്ലേലൂയ കർത്താവ് ആ ബാലിക്കാനെ സൗഖ്യമാക്കുന്നതും പത്രോസിനെ ശിക്ഷയിൽ നിന്ന് ഒഴിവാക്കുന്നതും. ഹല്ലേലൂയ സ്തോത്രം. അപ്പോൾ ലൂക്കോസ് 22-44 അവന്റെ വിയർപ്പ് നിലത്ത് വീഴുന്ന വലിയ ചോരത്തുള്ളി പോലെയായി ഹല്ലേലൂയ എന്ന് എഴുതിയിരിക്കുക. തന്റെ മരണം മനുഷ്യനെ സാത്താനിൽ നിന്ന് രക്ഷിക്കേണ്ടതിന് വേണ്ടി ഒരു യുദ്ധമായിരുന്നു. അത് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. എന്ന് പറഞ്ഞാൽ സകല ജനങ്ങളും സാത്താന്റെ അധീനയിൽ വീണ് കിടക്കുമ്പോൾ, പാപത്തിൽ വീണ് കിടക്കുമ്പോൾ മാനവരാശിയെ മുഴുവൻ വീണ്ടെടുക്കാൻ വേണ്ടി, മാനവരാശിയെ മുഴുവൻ വിടിവിക്കുവാൻ വേണ്ടിയിട്ട് കർത്താവായ യേശുക്രിസ്തു ഗെത്സമനിൽ പ്രാണവേദനയിലായി അവന്റെ ശ്രദ്ധയോടെ പ്രാർത്ഥിക്കുക. അപ്പോൾ അവന്റെ വിയർപ്പ് നിലത്ത് വീഴുന്ന വലിയ ചോരത്തുള്ളി പോലെയായി എന്ന് നമുക്ക് കാണാൻ കഴിയും. ഹല്ലേലൂയ സ്തോത്രം. എന്നെ കേൾക്കുന്ന പ്രിയ സ്നേഹിതം, കർത്താവായ യേശുക്രിസ്തുവിന്റെ ഗെത്സമനയിലെ ആ പ്രാർത്ഥന എന്ന് പറയുന്നത് ഒരു ദൈവവചന പഠിതാവിന്റെ ഹൃദയത്തെ ആകർഷിക്കുന്നതാണ്. ഹല്ലേലൂയ. അപ്പൊ നമുക്കറിയാം ലോകത്തിൽ അനേക രക്തങ്ങളുണ്ട്. ദൈവം സൃഷ്ടിച്ച എല്ലാ പക്ഷി മൃഗജാതികൾക്കും ഇഴജാതികൾക്കും ഈ രക്തമുണ്ട്. ഹല്ലേലൂയ. കടലിലുള്ള സകല മത്സ്യങ്ങൾക്കും രക്തമുണ്ട്. അതുപോലെ തന്നെ മനുഷ്യനും രക്തമുണ്ട്. എല്ലാവർക്കും രക്തമുണ്ട്. സകലത്തിന്റെയും ജീവൻ രക്തത്തിലാണെന്ന് നമ്മൾ ലേവ്യ പുസ്തകം വായിക്കുമ്പോൾ കാണുന്നുണ്ട്. എന്നാൽ ദൈവം സൃഷ്ടിച്ച സകല പക്ഷി പറവജാതി ഇഴജാതികളുടെയും കടലിലുള്ള സകല മത്സ്യങ്ങളുടെയും മനുഷ്യന്റെയും രക്തം ആമീൻ വാർന്നു കഴിഞ്ഞാൽ അല്പനിമിഷത്തിനുള്ളിൽ അതിന് ദുർഗന്ധമുണ്ടാകും. കുറച്ച് കഴിയുമ്പോൾ അത് പുഴുവായി മാറും. ഹല്ലേലൂയ. അപ്പം ഭൂമിയിലുള്ള രക്തത്തിനെല്ലാം അത്രമാത്രമേ അതിന്റെ പ്രശസ്തിയുള്ളൂ. എന്നാൽ കർത്താവായ യേശുക്രിസ്തുവിന്റെ രക്തം എന്ന് പറയുന്നത് ഒരിക്കലും ദുർഗന്ധം വമിക്കുന്നതല്ല, അത് പുഴുവാകുന്നതല്ല, അത് നായ്ക്കൾ വന്ന് നക്കിയേച്ചു പോകുന്നതല്ല. പിന്നെ എന്താണ് യേശുവിന്റെ രക്തം? ഗിലെയാദിന്റെ സുഗന്ധം പോലെ, ഗിലെയാദിലെ സുഗന്ധ തൈലം പോലെ
സകല ജനത്തിനും സൗരഭ്യം പകരുന്ന, രക്ഷ നൽകുന്ന, ശുദ്ധീകരണം നൽകുന്ന, മോചനം നൽകുന്ന, പാപപരിഹാരം നൽകുന്ന അതാണ് യേശുവിന്റെ രക്തം എന്ന് പറയുന്നത്. യേശുവിന്റെ രക്തത്തിന്റെ പ്രാധാന്യം നമ്മൾ മനസ്സിലാക്കണം. മറ്റു രക്തങ്ങളെപ്പോലെ അല്ല യേശുവിന്റെ രക്തം. യേശുവിന്റെ രക്തത്തിനകത്ത് സമാധാനമുണ്ട്, യേശുവിന്റെ രക്തത്തിൽ സ്നേഹമുണ്ട്, യേശുവിന്റെ രക്തത്തിൽ സന്തോഷമുണ്ട്, യേശുവിന്റെ രക്തത്തിൽ സൗഖ്യമുണ്ട്, യേശുവിന്റെ രക്തത്തിൽ വിടുതലുണ്ട്. അങ്ങനെ യേശു ക്രിസ്തുവിന്റെ രക്തത്തിന് വളരെ പ്രാധാന്യതയാണ്. അതുകൊണ്ട് തന്നെ യേശു ഗെത്സമനയിൽ ഹല്ലേലൂയ വളരെ പ്രാണവേദനയിലായി മാനകുലത്തിന്റെ പാപപരിഹാരത്തിന് വേണ്ടി യേശു അതിശ്രദ്ധയോടെ പ്രാർത്ഥിച്ചു എന്ന് പറയുന്നത്. ഹല്ലേലൂയ. എന്നെ കേൾക്കുന്ന പ്രശ്നിക്കുന്ന ദൈവവചനം പഠിക്കുന്ന ഏതൊരു വ്യക്തിയും ഈ പ്രാർത്ഥനയുടെ ഭാഗം വായിക്കുന്നുണ്ടെങ്കിൽ, വായിച്ച് മനസ്സിലാക്കുന്നുണ്ടെങ്കിൽ, യേശു നമുക്ക് വേണ്ടി ചൊരിയപ്പെട്ട രക്തത്തെക്കുറിച്ച് നിങ്ങൾ മനസ്സിലാക്കണം. ഈ ഭൂമിയിൽ ഒരു മനുഷ്യനും രക്തം ചുരിഞ്ഞ ഒരു മനുഷ്യന്റെ ശുദ്ധീകരണം നൽകാൻ കഴിയത്തില്ല. ഈ ഭൂമിയിൽ ഒരു മത നേതാക്കന്മാർക്കും, ഒരു മത പുരോഹിതന്മാർക്കും, ഒരു രാഷ്ട്രീയ കക്ഷികൾക്കും, ഒരു വ്യക്തിക്കും ആമേൻ അവരുടെ രക്തം ചുരിഞ്ഞ് മനുഷ്യന്റെ പാപങ്ങൾക്ക് പരിഹാരം നൽകാൻ കഴിയില്ല. മാത്രമല്ല, ഈ പുതിയ നിയമ സഭയുള്ള ബന്ധത്തിൽ പുതിയ നിയമത്തിൽ ഒരു പക്ഷിമൃഗജാതി ഇഴജാതികളുടെ രക്തം കൊണ്ടും മനുഷ്യന് ശുദ്ധീകരണമില്ല. അതുകൊണ്ടാണ് ഇബ്രായലേഖനമൊക്കെ നമ്മൾ വായിക്കും, രക്തം ചുരിഞ്ഞിട്ടില്ലാതെ വിമോചനമില്ലെന്ന് പറയുന്നത്. അത് കർത്താവായ യേശു ക്രിസ്തുവിന്റെ മാത്രമേ മാനകുലത്തിന് ശുദ്ധീകരണമുള്ളൂ. എന്നെ കേൾക്കുന്ന പ്രശ്നിക്കുന്ന സാധാരണ ഒരു രക്തം പോലെയല്ല യേശുവിന്റെ രക്തം എന്ന് പറയുന്നത്. യേശുവിന്റെ രക്തം വിടുതലിൻ്റെതാണ്, രക്ഷയുടേതാണ്, ശുദ്ധീകരണത്തിൻ്റെതാണ്. ഇവിടുന്ന് ദൈവത്തിന്റെ വചനമൊക്കെ വായിക്കും കാണുന്നത്, ആദ്യമായി യേശു രക്തം ചൊരിഞ്ഞ സ്ഥലം കുരിശിലല്ല എന്ന് നമുക്ക് കാണാൻ കഴിയും. ഒരുപക്ഷെ എല്ലാവരും ചിന്തിക്കുന്നത് യേശുവിന്റെ രക്തം ആദ്യമായി ചൊരിയപ്പെട്ടത് ക്രൂശിൽ ആണ് എന്ന് ചിന്തിക്കാറുണ്ട്. പക്ഷെ യേശുവിന്റെ രക്തം ആദ്യമായി ചൊരിയപ്പെട്ട കുരിശിലല്ല, ഗെത്സമന തോട്ടത്തിൽ വെച്ചായിരുന്നുവെന്ന് നമ്മൾ വായിച്ച ദൈവത്തിന്റെ ഭാഗത്തുണ്ട്. അപ്പൊ ഗെത്സമന എന്ന വാക്കിന് എണ്ണച്ചക്ക് എന്നാണ് അർത്ഥം. അനേകം ഒലിവ് വിത്തുകൾ ചക്കിലിട്ടാട്ടുമ്പോൾ ആ വിത്ത് ചതഞ്ഞമർന്ന് എണ്ണ പുറത്തേക്ക് വരുന്നത് പോലെ. നമുക്കറിയാം, ചക്കിലിട്ടാട്ടുന്ന എണ്ണ നമ്മൾ ചക്ക് നിങ്ങൾ കണ്ടിട്ടുണ്ടായിരിക്കും. ഇല്ലെങ്കിൽ ചക്ക ഉള്ളിടത്ത് ചെന്നിട്ട് അതിലേക്ക് ഈ തേങ്ങ ഇട്ട് കൊടുക്കുമ്പോൾ ആ ചക്കിൽ കിടന്ന് ആ തേങ്ങ ഞെരിഞ്ഞമർന്ന് ആ തേങ്ങയിലെ എണ്ണ മുഴുവൻ ഊറ്റിയെടുക്കുന്നത് പോലെ. അതുപോലെ തന്നെ പഴയ നിയമകാലങ്ങളിൽ ഒലിവ് വിത്തുകൾ ഈ ചക്കിൽ കൊണ്ടിട്ട് അല്ലെങ്കിൽ ആട്ടുമ്പോൾ ആ ഒലിവ് വിത്തുകൾ ചതഞ്ഞരഞ്ഞ് അതിനകത്തുള്ള എണ്ണ മുഴുവൻ ഊറ്റിയെടുക്കുന്നത് പോലെ. നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു ഗെത്സമനയിൽ പ്രാണവേദനയിലായി. കർത്താവായ യേശു ക്രിസ്തു ഗെത്സമനയിൽ പ്രാണവേദനയിലായി അതിശ്രദ്ധയോടെ യേശു പ്രാർത്ഥിച്ചു. അപ്പോൾ അവന്റെ വിയർപ്പ് വലിയ നിലത്ത് വീഴുന്ന വലിയ ചോരത്തുള്ളി പോലെയായി. എന്ന് പറയാൻ ചക്കിലിട്ടാട്ടി പിഴിഞ്ഞെടുക്കുന്നത് പോലെ ആ അനുഭവം ഞാൻ പറഞ്ഞല്ലോ. അതേപോലെ യേശു നമുക്ക് വേണ്ടി വളരെ ത്യാഗം സഹിച്ചു. അവൻ രക്തം ചൊരിഞ്ഞു. എന്നെ കേൾക്കുന്ന പ്രശ്നിക്കുന്ന, നിങ്ങൾ ചെയ്തു കൂട്ടി ഓരോ പാപത്തിനും, നിങ്ങൾ ചെയ്തു കൂട്ടി ഓരോ അകൃത്യങ്ങൾക്കും, നിങ്ങളുടെ മാതാപിതാക്കന്മാർ, നിങ്ങളുടെ പൂർവന്മാർ, നിങ്ങൾക്ക് അവർ ചെയ്തു വെച്ച സകല പാപങ്ങളും തലമുറയായി വ്യാപിച്ചുകൊണ്ടിരിക്കുമ്പോൾ പിതാക്കന്മാരുടെ അകൃത്യങ്ങൾ മക്കളുടെ മേലും മക്കളുടെ മേലും തലമുറ മേലും സന്ദർശിക്കുന്ന ദൈവം അതിൽ നിന്ന് ജനത്തെ വിടിവിച്ചെടുക്കാൻ വേണ്ടി, മാനകുലത്തെ മുഴുവൻ വിടിവിച്ചെടുക്കാൻ വേണ്ടി ജാതി മത വർഗ വർണ്ണ വ്യത്യാസമില്ലാതെ കുടില് തൊട്ട് കൊട്ടാരത്ത് വരെ പാർക്കുന്ന സകല ജനത്തിനും മോചനം നൽകാൻ വേണ്ടി യേശു തന്റെ അവസാന തുള്ളി രക്തം വരുത്താൻ തരികയാണ്. അതുകൊണ്ടാണ് യേശു രക്തം ചൊരിഞ്ഞത് ഗെത്സമനയിലാണ് എന്ന് നമ്മൾ പഠിക്കുന്നത്. അപ്പൊ അവന്റെ രക്തം നിലത്ത് വീഴുന്ന വലിയ ചോരത്തുള്ളി വരെയായി. നമ്മുടെ യേശുക്രിസ്തുവിന്റെ രക്തത്തിന്റെ പ്രാധാന്യത എന്താണെന്ന് യഥാർത്ഥത്തിൽ നാം പഠിക്കുമ്പോഴാണ് സ്തോത്രം നമുക്ക് യേശുക്രിസ്തുവിന്റെ രക്ഷയെക്കുറിച്ച് അറിയാൻ കഴിയുള്ളൂ. പ്രൈസറോ. അതുകൊണ്ട് എന്നെ കേൾക്കുന്ന പ്രശ്നിക്കുക, ഒരു വിത്തുകൾ ചക്കിലിട്ടാട്ടുമ്പോൾ ആ വിത്ത് ചതഞ്ഞ് അമർന്ന് എണ്ണ പുറത്തേക്ക് വരുന്നത് പോലെ യേശു പ്രാണവേദനയിലായി നമുക്ക് വേണ്ടി രക്തം പിഴിയപ്പെട്ട സ്ഥലമാകുന്നു ഗെത്സമന എന്ന് പറയുന്നത്.
ഇതിനെക്കുറിച്ച് ഒരുപാട് വ്യാഖ്യാന ഭാഗങ്ങൾ കിടപ്പുണ്ട്. ഞാൻ ആ ഭാഗത്തേക്ക് കടന്നു പോകുന്നില്ല. ആ ഭാഗത്തേക്ക് കടന്നുപോയാൽ അല്ലെങ്കിൽ നമുക്ക് സമയത്ത് നിർത്താൻ കഴിയത്തില്ല. അതുകൊണ്ട് അത് നമുക്ക് പിന്നീടുള്ള ദിവസങ്ങളിൽ ചിന്തിപ്പാൻ ആഗ്രഹിക്കുകയാണ്. അല്ലേലൂയ. ഇവിടെ നാം ദൈവവചനം വായിക്കുമ്പോൾ, അല്ലേലൂയ, സ്തോത്രം, ഇവിടെ യേശുക്രിസ്തുവിന്റെ ഗെത്സമനയിലെ പ്രാർത്ഥന എന്ന് പറയുന്നത്, അല്ലേലൂയ, യേശുക്രിസ്തുവിന്റെ സ്വാർത്ഥ താല്പര്യങ്ങൾക്കോ സ്വന്തം ആവശ്യങ്ങൾക്കോ താൻ ഈ ഭൂമിയിൽ വന്ന് തനിക്ക് എന്തെങ്കിലും നേട്ടങ്ങൾ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഉള്ളതായിരുന്നില്ല യേശുവിന്റെ പ്രാർത്ഥന. അല്ലേലൂയ. അപ്പം ഗെത്സമനയിൽ യേശു പ്രാണവേദനയിലായി അതിശ്രദ്ധയോടെ പ്രാർത്ഥിച്ചു. തന്റെ വിയർപ്പ് നിലത്ത് വീഴുന്ന വലിയ ചോരത്തുള്ളി പോലെയായി അത്രമാത്രം, നമ്മൾ പറയില്ലേ നെഞ്ചുരുകി പ്രാർത്ഥിച്ചെന്നൊക്കെ നമ്മൾ പറയില്ലേ, നെഞ്ചുരുകി പ്രാർത്ഥിച്ചെന്നൊക്കെ പറഞ്ഞ, മനസ്സുരുകി പ്രാർത്ഥിച്ചു എന്നൊക്കെ പറഞ്ഞതുപോലെ യേശു ക്രിസ്തു പ്രാണവേദനയിലായി. എന്തിനാണ്? ഈ ലോകത്തിലുള്ള സകല മാനവരാശി അന്ന് ജീവിച്ചിരുന്നവർ, ഇപ്പോൾ ജീവിച്ചിരിക്കുന്നവർ, ഇനി ജനിക്കാനുള്ളവരുടെ പാപത്തിന് പരിഹാരം വരുത്തുവാൻ യേശു ക്രിസ്തുവിന്റെ രക്തത്തിന് മാത്രമേ കഴിയുള്ളൂ എന്നുള്ള യാഥാർത്ഥ്യത്തെ നമുക്ക് വെളിപ്പെടുത്തി തരികയാണ്. പ്രൈസ് ദി ലോർഡ്. അതുകൊണ്ട് എന്നെ കേൾക്കുന്ന പ്രിയ മാതാവേ, പിതാവേ, നിനക്കൊരു ശുദ്ധീകരണം വേണമെങ്കിൽ, നിനക്കൊരു ശുദ്ധീകരണം പ്രാപിക്കണമെങ്കിൽ കർത്താവായ യേശു ക്രിസ്തുവിന്റെ സന്നിധിയിലേക്ക് തന്നെ കടന്നു വന്ന് യേശു നിനക്ക് വേണ്ടി ചൊരിയപ്പെട്ട രക്തം, ഹല്ലേലൂയ, ആ രക്തത്താൽ മാത്രമാണ് ശുദ്ധീകരണം നീ തിരിച്ചറിഞ്ഞ് വിശ്വസിക്കുമ്പോൾ, ആ രക്തത്താൽ നീ കഴുകൽ പ്രാപിക്കുമ്പോൾ നിന്റെ ജീവിതത്തിന്റെ പാപങ്ങൾ, ശാപങ്ങൾ, രോഗങ്ങൾ, ബന്ധനങ്ങൾ, നിന്റെ കഷ്ടതകൾ, അസമാധാനങ്ങളെ മാറി ദൈവം നിന്നെ ആത്മാവിൽ നിറയ്ക്കാൻ തുടങ്ങും. രക്തം ചെയ്യാം. ഹല്ലേലൂയ. അപ്പൊ നാം ദൈവത്തിന്റെ സന്നിധിയിലേക്ക് മടങ്ങി വരണം, താഴ്മയോടെ മടങ്ങി വരണം. ഹല്ലേലൂയ. അപ്പൊ യേശു ക്രിസ്തു ഗെത്സമനയിൽ പ്രാർത്ഥിച്ചു എന്ന് പറയുമ്പോൾ വളരെ താഴ്മയോടെയാണ് യേശു പ്രാർത്ഥിച്ചത്. വളരെ താഴ്മയോടും വിനയത്വത്തോടും കൂടെ യേശു ഗെത്സമനയിൽ പ്രാർത്ഥിക്കുക. യേശുവിന്റെ പ്രാർത്ഥന ആരോടായിരുന്നു? യേശുക്രിസ്തുവിന്റെ പ്രാർത്ഥന പിതാവായ ദൈവത്തോടായിരുന്നു. ഹല്ലേലൂയ. കാരണം ഗെത്സമനയിൽ വെച്ച് താൻ മരണപ്പെടുന്നതിന് മുമ്പ്, അഥവാ ഗെത്സമനയിൽ വെച്ച് അവർ തന്നെ പടയാളികൾ തന്നെ കൊല്ലുന്നതിന് മുമ്പ്, ഹല്ലേലൂയ, ജനത്തിന് വേണ്ടി പ്രാണവേദനയിലായെന്നുള്ളതാണ്. അപ്പൊ ഗെത്സമനയിൽ വെച്ച് യേശുവിന്റെ മരണം സംഭവിക്കരുത്. അങ്ങനെ സംഭവിച്ചാൽ ബൈബിളിന്റെ വാഗ്ദത്തങ്ങളും പ്രവചനങ്ങളും പൂർത്തീകരിക്കപ്പെടില്ല. അതുകൊണ്ട് യേശു അതിശ്രദ്ധയോടെ പ്രാണവേദനയായി പ്രാർത്ഥിക്കുക. അത് തന്റെ അല്ലെങ്കിൽ ക്രൂശീകരണ സമയത്തിൽ സംഭവിക്കാൻ പോകുന്ന കാര്യങ്ങളെക്കുറിച്ച് യേശു മുന്നറിയുന്നത് കൊണ്ട്, ഹല്ലേലൂയ, മാനകുലത്തിന്റെ രക്ഷയെ തന്റെ ഉള്ളിൽ കിടക്കുന്നത് കൊണ്ട് യേശു പിതാവിനോടാണ് പ്രാർത്ഥിക്കുന്നത്. പ്രൈസ് ദി ലോർഡ്. എന്നെ കേൾക്കുന്ന പ്രശ്നിക്കുന്ന നാം കർത്താവായ യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ പിതാവിനോട് പ്രാർത്ഥിക്കുമ്പോൾ, ഹല്ലേലൂയ, നമ്മുടെ സകല ആവശ്യങ്ങളും നിറവേറ്റി തരുവാൻ ദൈവം വിശ്വസ്തനാണ്. ഹല്ലേലൂയ. അതുകൊണ്ട് ഇതുപോലെ എന്നെ കേൾക്കുന്ന പ്രിയ സ്നേഹിതൻ, നാം ദൈവത്തിലേക്ക് മടങ്ങി വരണം. അപ്പൊ മറ്റുള്ളവർ അവനെ അടിച്ച് രക്തം വരുന്നതിന് മുമ്പ് സ്വയം മുമ്പോട്ട് വന്ന് മാനവരാശിക്ക് വേണ്ടി ഗെത്സമന തോട്ടത്തിൽ വെച്ച് രക്തം ചീന്തുവാൻ തന്നെ ഏൽപ്പിച്ചു കൊടുത്തു. എന്ന് പറഞ്ഞാൽ യേശുവിനെ പടയാളികളും ഒക്കെ വന്ന് പിടിച്ച് അവർ യേശുവിന്റെ രക്തം ചീന്തുന്നതിന് മുമ്പ് മാനുഷികമായ കരങ്ങൾ കൊണ്ട് യേശുവിന്റെ രക്തം ഗെത്സമനയിൽ യേശുവിന്റെ രക്തം ഗെത്സമനയിൽ വീഴുന്നതിന് മുമ്പ്, അല്ലെങ്കിൽ യേശു സ്വയമായിട്ട് മുമ്പോട്ട് വരികയായി. പിതാവിന്റെ മുമ്പിൽ മുന്നോട്ട് വന്നിട്ട് ഗെത്സമനയിൽ വെച്ച് യേശു പ്രാണവേദനയിലായി അതിശ്രദ്ധയോടെ പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ. മാനവരാശിയുടെ വിടുതലിന് വേണ്ടി. ഹല്ലേലൂയ. എന്നെ കേൾക്കുന്ന പ്രശ്നിക്കുന്ന മാനകുലത്തിന്റെ രക്ഷയെന്ന് പറയുന്നത് അത് സ്വർഗത്തിന്റെ കരങ്ങളിലാണ്. ഹല്ലേലൂയ. അത് പിതാവായി ദൈവം ആർക്ക് കൊടുക്കുന്നോ അവർക്ക് മാത്രം ലഭ്യമാകുന്നത് അത്. എന്നാൽ അവിടെ മുഖപക്ഷമില്ല. സകല ജനത്തിനും ഈ രക്തത്തെ ശുദ്ധീകരണം പ്രാപിക്കാൻ കഴിയും. ഹല്ലേലൂയ. അപ്പൊ ശുദ്ധീകരണം കൂടാതെ ആർക്കും ദൈവത്തെ കാണാൻ കഴിയുകയില്ലെന്ന് നമ്മൾ ഇബ്രായ ലേഖനം 12 നമ്മൾ വായിക്കുന്നുണ്ട്. സ്വതം. അപ്പൊ ശുദ്ധീകരണം ആവശ്യമാണ്. ദൈവത്തിന്റെ ഇഷ്ടം തന്നെ ശുദ്ധീകരണം തന്നെ എന്നുള്ളതാണ്. ഹല്ലേലൂയ. അപ്പൊ ആ ശുദ്ധീകരണത്തിന് വേണ്ടി ദൈവം നമ്മെ ഒരുക്കിയെടുക്കുമ്പോൾ ഇന്ന് പകൽ ഗിലെയാദിന്റെ സുഗന്ധ തൈലം പോലെ സുഗന്ധം പരത്തുന്ന യേശു ക്രിസ്തുവിന്റെ ക്രൂശിലെ രക്തം. പ്രൈസ് ദി ലോർഡ്. ഞാൻ മുമ്പ് ആവർത്തിച്ചു, മറ്റുള്ള രക്തം പോലെയല്ല യേശുവിന്റെ രക്തമാണ്. യേശുവിന്റെ രക്തം വിലയേറിയ രക്തമാണ്. സുഗന്ധ തൈലം പോലെ സൗരഭ്യം പരത്തുന്നതാണ്. പാപമോചനത്തിന് പരിഹാരമുള്ള രക്തമാണ്.
അല്ലെങ്കിൽ അകത്യങ്ങളിലും പാപങ്ങളിലും മരിച്ചവരായിരുന്ന മാനവരാശി മുഴുവൻ ഈ ജനത്തിന്റെ സ്ഥിതി എന്തായിരുന്നു? അകൃത്യങ്ങൾ കൊണ്ട്, പാപങ്ങൾ കൊണ്ട് മരിച്ചുപോയ ജനം. ആ മരണത്തിന്റെ അധീനമായ ശരീരത്തിൽ ജനത്തെ വിടുവിച്ച് നിത്യജീവനിലേക്ക് കൊണ്ടുവരുവാൻ യേശുക്രിസ്തുവിന്റെ ക്രൂശിലെ മരണം, യേശുക്രിസ്തുവിന്റെ ഗത്സമനിലെ പ്രാർത്ഥന അവന്റെ രക്തത്തിലൂടെ മാത്രമേ കഴിയുള്ളൂ. ഹല്ലേലൂയ. മനുഷ്യൻ മുഴുവൻ പാപത്തിലായിരുന്നു. നാശകരമായ കുഴിയിലും കുഴഞ്ഞ ചേറ്റിലുമൊക്കെ ചെളിയിൽ കിടന്ന് ആമി പുതഞ്ഞു കിടക്കുന്നത് പോലെ. ഹല്ലേലൂയ. നമുക്കറിയാൻ സ്തോത്രം. ഹല്ലേലൂയ. ചില കന്നുകാലികളെ നമ്മൾ കണ്ടിട്ടില്ല, പ്രത്യേകിച്ച് ഈ എരുമ ഒക്കെ നമ്മൾ നോക്കിയാൽ, പോത്തിനെയൊക്കെ നോക്കിയാൽ അതിനെ കൊണ്ടുവന്ന് കണ്ടത്തിലോ ഒക്കെ വിടാമെങ്കിൽ അതാ ചീർണത്ത് കിടന്നു ഉരുണ്ട് എന്റെ ശരീരം മുഴുവൻ ചെളി പറ്റിയിരിക്കുന്ന പോലെ മനുഷ്യൻ അല്ലെങ്കിൽ അതുപോലെ പാപത്തിന്റെ കുഴിയിൽ, നാശകരമായ കുഴിയിൽ, കുഴഞ്ഞ ചേറ്റിൽ കിടന്നു ഉരുണ്ട് അല്ലെങ്കിൽ ചെളി പിടിച്ച, പാപത്താൽ ചെളി പിടിച്ച, കറ പിടിച്ച മനുഷ്യന്റെ ശരീരത്തെ, മനുഷ്യന്റെ ജീവനെ, മനുഷ്യന്റെ ആത്മാവിനെ അവനെ ശുദ്ധീകരിക്കുവാൻ ഈ ഭൂമിയിലുള്ള ഒരു വെള്ളങ്ങൾക്കും കഴിയാതിരുന്നപ്പോൾ പാപത്തിന്റെ കറ നീക്കി കളയാൻ, പാപത്തിന്റെ ചെളി നീക്കി കളയുവാൻ, അപ്പോഴാണ് പിതാവ് തന്റെ പുത്രനായിരിക്കുന്ന യേശുവിന്റെ രക്തം ആമെ ഗത്സമനിയിൽ നമുക്ക് വേണ്ടി അല്ലെങ്കിൽ ഒഴുകി എന്ന് ചൊരിയുന്നു എന്ന് പറയുന്നത്. ഹല്ലേലൂയ. അപ്പൊ യേശുക്രിസ്തുവിന്റെ രക്തം ക്രൂശിൽ ചൊരിയുന്നതിന് മുമ്പേ ഗത്സമനിയിൽ ചൊരിയപ്പെട്ടു എന്ന് നമുക്കിവിടെ ചിന്തിക്കുവാൻ കഴിയും. നിങ്ങൾ എങ്ങനെ ചിന്തിക്കുന്നു എന്നുള്ളതാണ് എന്നെ കേൾക്കുന്ന പ്രത്യേകത. നിന്റെ അവസ്ഥ എന്തായിരുന്നു എന്ന് നിങ്ങൾ ചിന്തിക്കണം. എന്നെ കേൾക്കുന്ന സഹോദരൻ, നിങ്ങളുടെ ജീവിതത്തിന്റെ അവസ്ഥ എന്തായിരുന്നു? നിങ്ങളുടെ ജീവിതത്തിന്റെ സ്ഥിതി എന്തായിരുന്നു? ഒരുപക്ഷെ നിങ്ങൾ ഉന്നത കുടുംബത്തിൽ ജനിച്ച വ്യക്തിയായിരിക്കാം, ഉന്നത സ്ഥാനമാനങ്ങൾ അലങ്കരിക്കുന്ന വ്യക്തിയായിരിക്കാം, നല്ല പേരും പ്രശസ്തി പാരമ്പര്യമൊക്കെ ഉള്ള കുടുംബമായിരിക്കാം, വലിയ ധനാഢ്യനൊക്കെ ആയിരിക്കാം നിങ്ങൾ. ഒരുപക്ഷെ നിങ്ങൾ എല്ലാവരെക്കാളും ശ്രേഷ്ഠനും സുമുഖനും സുന്ദരനും ഒക്കെ ആയിരിക്കാം. എന്തുമായിരിക്കട്ടെ, പക്ഷെ നിന്റെ അവസ്ഥ എന്തായിരുന്നു? നിന്റെ അവസ്ഥ പാപമാകുന്ന കുഴിയിൽ, പാപമാകുന്ന ചെളിയിലായിരുന്നു. പാപമായിരുന്നു നിന്റെ ജീവിതത്തിന്റെ അവസ്ഥ. അതിൽ നിന്ന് നിന്നെ പുറത്തെടുക്കുവാൻ വേണ്ടിയിട്ടാണ് പിതാവ് തന്റെ പുത്രനായിരിക്കുന്ന യേശുവിനെ ഭൂമിയിലേക്ക് അയച്ചത്. പ്രൈസ് ദി ലോർഡ്. ഇവിടെ നാം ദൈവത്തിന്റെ വചനം വായിക്കുന്നത്, അപ്പൊ ഗത്സമനിയിൽ വെച്ച് യേശു പ്രാണവേദനയിലായി, അല്ലെങ്കിൽ അതിശ്രദ്ധയോടെ തന്നെ ഏൽപ്പിച്ചു. അവിടെ വെച്ചു അല്ലെങ്കിൽ അവന്റെ വിയർപ്പ് നിലത്തു വീഴുന്ന വലിയ ചോരത്തുള്ളി പോലെയായി. നമ്മൾ ആ ദൈവവചനത്തിന്റെ ആ മാധുര്യമാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. തിരുവചനം നാം വായിക്കുമ്പോൾ നമുക്ക് കാണാൻ കഴിയും. എബ്രായ ലേഖനം 5-ാം അധ്യായത്തിന്റെ 7-ാം വാക്യത്തിലേക്ക് വരുമ്പോൾ നമ്മൾ കാണുന്നത് ഇങ്ങനെ വായിക്കാൻ കഴിയുന്നുണ്ട്. ഹല്ലേലൂയ, സ്തോത്രം, ഹല്ലേലൂയ. അവിടെ ഇപ്രകാരം രേഖപ്പെടുത്തിയിരിക്കുന്നു: ക്രിസ്തു തന്റെ ഐഹിക ജീവകാലത്ത് തന്നെ മരണത്തിൽ നിന്ന് രക്ഷിപ്പാൻ കഴിയുന്നവരോട് ഉറച്ച നിലവിളിയോടും കണ്ണുനീരോടും കൂടെ ആപേക്ഷയും അഭയാചനയും കഴിക്കുകയും ഭയഭക്തി നിമിത്തം ഉത്തരം ലഭിക്കുകയും ചെയ്തു എന്നും അവിടെ കാണുന്നുണ്ട്. അടുത്ത വാക്യം പറയുന്നത്, പുത്രൻ എങ്കിലും താൻ അനുഭവിച്ച കഷ്ടങ്ങളാൽ അനുസരണം പഠിച്ച് തികഞ്ഞവനായി തന്നെ അനുസരിക്കുന്ന ഏവർക്കും നിത്യരക്ഷയുടെ കാരണഭൂതനായി തീർന്നു എന്ന് അവിടെ രേഖപ്പെടുത്തുകയാണ്. എന്താണ് യേശുക്രിസ്തുവിന്റെ പ്രാർത്ഥന? ഹല്ലേലൂയ. മരണത്തിൽ കൂടിയുള്ള വിടുതൽ, അതാണ് 5:7 നമ്മൾ വായിച്ചു എന്ന് പറയുന്നത്. യേശുക്രിസ്തു ഈ ഭൂമിയിൽ ജാതനായത് മനുഷ്യവർഗത്തിന്റെ പാപത്തിന് കാൽവരി ക്രൂശിൽ മരിച്ച് പ്രായശ്ചിത്തം വരുത്തുവാൻ വേണ്ടിയാണ് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. ഹല്ലേലൂയ. അപ്പൊ അക്കാര്യം ക്രിസ്തു പല പ്രാവശ്യം തന്റെ ശിഷ്യന്മാരെ ഓർപ്പിക്കുകയും ചെയ്തിട്ടുണ്ട്. ഹല്ലേലൂയ. മാനവകുലത്തെ വീണ്ടെടുക്കുവാൻ, മാനവകുലത്തെ രക്ഷിക്കുവാൻ, പാപത്തിന് പരിഹാരം കൊടുക്കുവാൻ, പാപത്തിൽ ജനം മോചനം പ്രാപിക്കുവാൻ ഈ ഭൂമിയിൽ മറ്റ് ഒരു പ്രവർത്തികൾ കൊണ്ടും കഴിയില്ല, യേശുവിന്റെ മരണത്തിലൂടെ മാത്രമേ കഴിയുള്ളൂ എന്ന് യേശു ശിഷ്യന്മാരെ പലപ്പോഴും ഓർപ്പിച്ച് നമുക്ക് സുവിശേഷങ്ങളിൽ കാണാൻ കഴിയും. ഹല്ലേലൂയ. പിന്നെ അവൻ എന്തുകൊണ്ടാണ് മരണത്തിൽ നിന്ന് വിടുവിക്കപ്പെടുവാൻ പിതാവിനോട് പ്രാർത്ഥിച്ചത്? ഹല്ലേലൂയ. അതിന് മറുപടി ലഭിച്ചു എന്നും ഈ വാക്യത്തിൽ പറയുന്നു. പക്ഷെ ഗത്സമന തോട്ടത്തിൽ കർത്താവ് വീണു മരിക്കാതിരിക്കാൻ പ്രാർത്ഥിച്ച കാര്യമാണ് ഇവിടെ പറയുന്നത്. കാരണം അവിടെ വെച്ച് കർത്താവ് പ്രാണവേദനയിലായതും അവൻ അതിശ്രദ്ധയോടെ പ്രാർത്ഥിച്ചതും അവനെ ശക്തിപ്പെടുത്തുവാൻ സ്വർഗത്തിൽ നിന്നൊരു ദൂതൻ പ്രത്യക്ഷനായതും ലൂക്കോസ് 22:42 നമ്മൾ വായിക്കുമ്പോൾ, കാൽവരി ക്രൂശിൽ വെച്ച് യേശു മരിക്കുന്നതിന് പകരം ഗത്സമന തോട്ടത്തിൽ വീണ് മരിച്ചാൽ അത് പാപപരിഹാര യാഗമായി തീരാത്തത് കൊണ്ട്, മാനകുലത്തിന്റെ രക്ഷയ്ക്ക് കാരണമായി തീരാത്തത് കൊണ്ട് യേശു ഗത്സമനയിൽ വെച്ച് അതിശ്രദ്ധയോടെ പ്രാണവേദനയിലായി പ്രാർത്ഥിക്കുക.
എബ്രായ ലേഖനക്കാരൻ രേഖപ്പെടുത്തി വെച്ചിരിക്കുന്ന യാഥാർത്ഥ്യത്തിന്റെ വസ്തു നമ്മൾ പഠിക്കുമ്പോൾ മനസ്സിലാക്കാൻ കഴിയുന്നത്. എന്നെ കേൾക്കുന്ന മാതാപിതാ, നിങ്ങൾ നിങ്ങളുടെ ജീവിതത്തെക്കുറിച്ച് നിങ്ങൾ ചിന്തിച്ചു നോക്കിയിട്ടുണ്ടോ? പ്രൈസറോ, നിങ്ങൾക്ക് നൽകിയിരിക്കുന്ന ഈ ജീവിതം, ഈ ഭൂമിയിൽ നിങ്ങൾ ഒരു പക്ഷേ 30, 40, 50 ഇനി അത് കൂടുതൽ വയസ്സോ ഇനി അത് താഴോട്ട് വയസ്സുള്ളവരായിരിക്കാം. നിങ്ങൾക്ക് തിരിച്ചറിവായ സമയം തൊട്ട് ഒരു കുട്ടിക്ക് തിരിച്ചറിവാകുന്ന സമയം തൊട്ട് ആ കുട്ടി ചെയ്തു കൂട്ടുന്ന സകല പാപങ്ങളും ദൈവസന്നിധി രേഖപ്പെടുത്തിയിട്ടുണ്ട്. അതിലൊരു ശിശുക്കളെ അല്ലെങ്കിൽ എന്റെ അടുക്കൽ വിടുന്ന ദൈവവചനം വായിക്കുന്നവരെ തടുക്കരുത്, സ്വർഗരാജ്യങ്ങളുള്ളെന്നൊക്കെ യേശു പറയുന്നുമുണ്ട്. അപ്പൊ ഇതെല്ലാം കിടക്ക ചെയ്ത് ഒരു മനുഷ്യന്റെ ജീവിതത്തിന്റെ സകല പാപങ്ങളും സ്വർഗം രേഖപ്പെടുത്തിയിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ എത്രമാത്രം പാപങ്ങൾ കഴിഞ്ഞ കാലങ്ങളിൽ ചെയ്തിട്ടുണ്ട്, അല്ലെങ്കിൽ നിങ്ങളുടെ ജീവിതത്തിൽ ഒളിഞ്ഞും അല്ലെങ്കിൽ മറഞ്ഞുമായി കിടക്കുന്ന നിങ്ങളുടെ രഹസ്യമായ ജീവിതത്തിലും പരസ്യമായ ജീവിതത്തിലും അല്ലേലിയ അനവധി പാപങ്ങൾ സംഭവിച്ചിട്ടില്ലേ? തെറ്റുകുറ്റങ്ങൾ വന്നിട്ടില്ലേ? അതിനെല്ലാം പ്രായശ്ചിത്തം നൽകുവാൻ നിങ്ങൾക്ക് കഴിഞ്ഞിട്ടുണ്ടോ? ആ പാപത്തിൽ നിന്ന്, ആ തെറ്റുകുറ്റം നിങ്ങൾക്ക് മോചനം പ്രാപിക്കാൻ കഴിഞ്ഞിട്ടുണ്ടോ? അപ്പം പരസ്യമായും രഹസ്യമായും നിങ്ങളുടെ ജീവിതത്തിലെ പാപങ്ങൾ, നിങ്ങളുടെ സ്വമേധ നിങ്ങൾ വരുത്തി വെച്ച പാപങ്ങൾ, നിങ്ങൾ അറിഞ്ഞും അറിയാതെയും ചെയ്തു പോയ പാപങ്ങൾ എല്ലാം നിങ്ങളുടെ ജീവിതത്തിൽ പാപമായി തന്നെ കിടക്കുകയാണ്. ആ പാപം നിങ്ങളെ നാശത്തിലേക്കും അന്ധകാരത്തിലേക്കും അധർമ്മത്തിലേക്കും കൊണ്ടുപോവുകയാണ്. അതുകൊണ്ട് നിങ്ങൾക്ക് സമാധാനം സ്വസ്ഥതയും ലഭിക്കത്തില്ല. അത് നിങ്ങൾ മനസ്സിലാക്കി നിങ്ങൾ കർത്താവിനോട് പറഞ്ഞ, കർത്താവേ, എന്റെ ജീവിതത്തിന്റെ ഈ സമയം വരെ, എനിക്ക് തന്നിരിക്കുന്ന ഈ സമയം വരെ എന്റെ സംസാരത്തിലും നോട്ടത്തിലും ചിന്തയിലും പ്രവൃത്തിയിലും കൊടുക്കലിലും വാങ്ങലിലും നിരൂപണത്തിലും കുടുംബത്തിനകത്തും ഭാര്യഭർത്ത ജീവിതത്തിലും മക്കളും അപ്പനും അമ്മയും മരുമക്കളും കൂട്ടായ കുടുംബ ജീവിതത്തിലും സഹോദരങ്ങളുടെ ഇടയിലും ബന്ധുക്കളുടെ ഇടയിലും അയൽവാസികളുടെ ഇടയിലും ദേശത്തും എന്റെ ജോലി സ്ഥലത്തും ഒക്കെ എന്റെ ജീവിതത്തിലുള്ള അനവധി പാപങ്ങൾ സംഭവിച്ചിട്ടുണ്ട്. ആ പാപത്തിന് പരിഹാരം നൽകുവാൻ ഞാൻ പോയ പുണ്യസ്ഥലങ്ങളോ ഞാൻ കയറിയ മലകൾ കൊണ്ടോ ഞാൻ ചെയ്ത ദാനധർമ്മങ്ങൾ കൊണ്ടോ ഒന്നും കഴിഞ്ഞിട്ടില്ല. എന്റെ പാപത്തിന് പരിഹാരം നൽകുവാൻ അങ്ങേക്ക് മാത്രമേ കഴിയുള്ളൂ. ആ ക്രൂശിലെ മരണത്തിലൂടെ എനിക്ക് വേണ്ടി ചൊരിയപ്പെട്ട രക്തം ആ ഗെത്സമനയിൽ അങ്ങ് പ്രാണവേദനയില്ലാത്ത ശ്രദ്ധയോടെ പ്രാർത്ഥിച്ചപ്പോൾ അങ്ങയുടെ വിയർപ്പ് നിലത്ത് വീഴുന്ന വലിയ ചോരത്തുള്ളി പോലെ ആയതും എന്റെ ജീവിതത്തിൽ എന്റെ പാപത്തിന് പരിഹാരമാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു എന്ന് നിങ്ങൾ തിരിച്ചറിഞ്ഞ് നിങ്ങൾ യേശുവിനോട് നിങ്ങളുടെ പാപങ്ങളെ ഏറ്റുപറയണം. പ്രൈസലോ. അപ്പൊ നിങ്ങൾ ചെയ്തു പോയ സകല പാപങ്ങൾ യേശുവിന്റെ ഏറ്റുപറയണമെന്നാണ്. അപ്പൊ യേശു ക്രിസ്തുവിനോട് നിങ്ങളുടെ പാപങ്ങൾ ഏറ്റുപറയുമ്പോൾ യേശുവിന്റെ രക്തം നിങ്ങളുടെ പാപത്തിന്റെ കറകളെ കഴുകി ശുദ്ധീകരിച്ച് നിങ്ങൾക്ക് നിത്യജീവനെ പകരും. പ്രൈസലോ. അപ്പൊ യേശു നിങ്ങൾക്ക് വേണ്ടിയിട്ടാണ് മരിച്ചത്. എന്നെ കേൾക്കുന്ന ശ്രോതാവേ, യേശു മരിച്ചത് നിങ്ങൾക്ക് വേണ്ടിയിട്ടാണ്, നിങ്ങളുടെ ശുദ്ധീകരണത്തിന് വേണ്ടിയിട്ടാണ്, നിങ്ങൾക്ക് സമാധാനം തരാൻ വേണ്ടിയിട്ടാണ്, നിങ്ങൾക്ക് സന്തോഷം തരാൻ വേണ്ടിയിട്ടാണ്, നിന്റെ ഉള്ളിൽ സ്നേഹം നിറയ്ക്കാൻ വേണ്ടിയിട്ടാണ് യേശു നിനക്ക് വേണ്ടി രക്തം ചൊരിഞ്ഞത്. ഹല്ലേലൂയ. അതുകൊണ്ട് നിങ്ങൾ യേശു ക്രിസ്തുവിന്റെ രക്തത്താൽ ശുദ്ധീകരണം പ്രാപിക്കണം. പ്രൈസലോ. അപ്പൊ യേശുവിന്റെ രക്തത്താൽ ശുദ്ധീകരണം പ്രാപിച്ചുകൊണ്ട് വിശുദ്ധ ജീവിതം നയിപ്പാൻ നീ ദൈവത്തിൽ ഏൽപ്പിച്ചു കൊടുക്കണം. അപ്പൊ യേശു ഉറച്ച നിലവിളിയോടും കണ്ണുനീരോടും കൂടെ അപേക്ഷയും അഭയാചനയും കഴിച്ചു നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. രണ്ടാമതായി വിയർപ്പ് ചോരത്തുള്ളി പോലെ ചൊരിയപ്പെട്ടു എന്ന് നമ്മൾ ലൂക്കോസ് 22:44 വായിച്ചു. ഹല്ലേലൂയ. മൂന്നാമതായി പറയുമ്പോൾ ഹല്ലേലൂയ, അവന്റെ പ്രാണനെ പകർന്നു എന്ന് നമുക്ക് കാണാൻ കഴിയും. അവന്റെ പ്രാണനെ പകർന്നു എന്ന് കാണാൻ കഴിയും. അതിനെക്കുറിച്ച് വിശുദ്ധ വേദപുസ്തകം പഠിക്കുമ്പോൾ നമുക്ക് ഈ യെശയ്യാ പ്രവാചകന്റെ പുസ്തകത്തിലേക്ക് വരുമ്പോഴാണ് അത് നമുക്ക് വായിക്കാൻ കഴിയുന്നത്. യെശയ്യാ പ്രവാചകന്റെ പുസ്തകം അല്ലെങ്കിൽ 53-ാം അധ്യായം ഹല്ലേലൂയ, അതിന്റെ 12-ാമത്തെ വാക്യം വായിക്കുമ്പോൾ അവിടെ ഇങ്ങനെ രേഖപ്പെടുത്തി വെച്ചിരിക്കുന്നു. ഹല്ലേലൂയ. അതുകൊണ്ട് അവനു മഹാന്മാരോട് കൂടെ ഓഹരി കൊടുക്കും, ബലവാന്മാരോട് കൂടെ കൊള്ള പങ്കിടും. അല്ലെങ്കിൽ അവൻ തന്റെ പ്രാണനെ മരണത്തിനൊഴുക്കി കളയും. അവൻ തന്റെ പ്രാണനെ മരണത്തിന് ഒഴുക്കിക്കളയും. അനേകരുടെ പാപം വഹിച്ചും അതിക്രമക്കാർക്ക് വേണ്ടി ഇടനിന്നുകൊണ്ട് അതിക്രമക്കാരോടുകൂടെ എണ്ണപ്പെടുകയും ചെയ്യുക തന്നെ. യേശുക്രിസ്തുവിന്റെ ക്രൂശ് മരണത്തെക്കുറിച്ചും യേശുക്രിസ്തുവിന്റെ ക്രൂശിലെ മരണത്തെക്കുറിച്ച് യേശുക്രിസ്തുവിന്റെ ക്രൂശിലെ മരണത്തിൽ ചൊരിയപ്പെടുന്ന രക്തത്തിലൂടെ മനുഷ്യൻ ലഭിക്കാൻ പോകുന്ന പാപമോചനത്തെക്കുറിച്ചും യെശയ്യാ പ്രവാചകൻ യേശുക്രിസ്തുവിന്റെ ജനനത്തിന് 700 വർഷങ്ങൾക്ക് മുമ്പേ രേഖപ്പെടുത്തി വെച്ചിരിക്കുന്ന വചനമാണ് ഗെത്സമനെ തൊട്ട് കാൽവറിയിൽ വരെ നിറവേറി എന്ന് പറയുന്നത്.
പ്രൈസലോ. അപ്പൊ നമ്മൾ ദൈവവചനത്തിൽ അപ്പൊ അവൻ അല്ലുയ്യ അവന്റെ പ്രാണനെ പകർന്നു എന്ന് കാണാൻ കഴിയുന്നുണ്ട്. അല്ലുയ്യ. പിന്നെ ഉത്തമഗീതമൊക്കെ വായിക്കുമ്പോൾ അവന്റെ നാമം അല്ലുയ്യ പകർന്ന തൈലം പോലെ എന്നൊക്കെ നമ്മൾ വായിക്കുന്നുണ്ട്. സ്തോത്രം. അല്ലേലിയ. അതിനെക്കുറിച്ച് വേദപുസ്തകമായി ഉത്തമഗീതം 1-ാം അധ്യായം അതിന്റെ 3-ാം വാക്യമൊക്കെ വായിക്കുമ്പോൾ കാണുന്നത്. സ്തോത്രം. അല്ലേലിയ. ഇങ്ങനെ കാണും. നിന്റെ അല്ലേലിയ നാമം അല്ലേലിയ സ്തോത്രം പകർന്ന തൈലം പോലെ ഇരിക്കുന്നു, അതുകൊണ്ട് കനികമാർ നിന്നെ സ്നേഹിക്കുന്നു എന്ന് കാണാൻ കഴിയും. അല്ലേലിയ. അതിനെക്കുറിച്ച് വേദപുസ്തകം പറയുമ്പോൾ രാജകീയ വേഷവും പരിവാരങ്ങളും കൂടാതെ പലപ്പോഴും വയലിലൂടെ സഞ്ചരിച്ചിരുന്ന ശലോമോൻ രാജാവ് ഒരു ദിവസം അതിസുന്ദരിയായ ശൂന്യക്കാരി യുവതിയെ കണ്ടുമുട്ടുകയും സംസാരത്തിലൂടെ പ്രേമബദ്ധരായി തീരുകയും ചെയ്തു. തുടർന്ന് രാജ്ഞിയായി അവളെ കൊട്ടാരത്തിലേക്ക് കൊണ്ടുവരുന്നുവെങ്കിലും അവൾ തനിക്ക് വയലിൽ വെച്ച് പരിചയപ്പെട്ട ആ യുവാവിനെ മതിയെന്ന് അല്ലേലിയ പറയുന്നതായിട്ട് കാണാൻ കഴിയും. അല്ലേലിയ. അപ്പൊ സൂര്യൻകാരിയെ കുറിച്ച് നമുക്കറിയാൻ കഴിയും. സൂര്യൻകാരി അല്ലേലിയ അവൾ കറുത്തിരുണ്ടിരിക്കുന്നവളാ. മറ്റുള്ളവരോടൊപ്പം അല്ലേലിയ സൗന്ദര്യമൊന്നും അവൾക്ക് പറയുവാനില്ലെങ്കിലും ശലോമോന്റെ നോട്ടത്തിൽ അവൾ അതീവ സുന്ദരിയാണ്. അവളെ സ്വീകരിച്ച് അന്തഃപുരത്തിലേക്ക് രാജകൊട്ടാരത്തിലേക്ക് കൊണ്ടുവന്ന് ശലോമോന്റെ അല്ലേലിയ ഭാര്യയാക്കി മാറ്റുവാൻ വേണ്ടി, രാജ്ഞിയാക്കി മാറ്റുവാൻ വേണ്ടി ശലോമോൻ അവളെ മനസ്സുകൊണ്ട് ഹൃദയം കൊണ്ട് ഇഷ്ടപ്പെടുന്നത് പോലെ. അല്ലേലിയ. എന്നെ കേൾക്കുന്ന സ്നേഹിത, എന്നെ കേൾക്കുന്ന ശ്രോതാവി, ലോകത്തിന് മുമ്പിൽ നിന്നെ ആർക്കും ഇഷ്ടപ്പെട്ടില്ല, ലോകം നിന്നെ ഇഷ്ടപ്പെട്ടില്ലെങ്കിലും ലോകക്കാർ നിന്നെ സൗന്ദര്യമില്ലാത്തവനെന്നൊക്കെ പറഞ്ഞ് മാറ്റി ഒഴിച്ചു നിർത്തിയാലും നമ്മുടെ ആത്മമണവാളനായിരിക്കുന്ന കർത്താവ് ക്രിസ്തു അല്ലേലിയ നിന്നെ ഇഷ്ടപ്പെട്ട് നിന്നെ സ്നേഹിച്ച് നിന്നെ കൂട്ടിക്കൊണ്ടുവന്ന് ലോകത്തിൽ നിന്നെ വെളിച്ച് വേറെ നിന്നെ കൂട്ടിക്കൊണ്ടുവന്ന് ദൈവത്തിന്റെ സഭയാക്കി മാറ്റി, ദൈവത്തിന്റെ കാന്തയാക്കി മാറ്റി, ദൈവത്തിന്റെ മണവാക്കിട്ടിയാക്കി മാറ്റി. അല്ലേലിയ ആത്മമണവാളൻ നിന്നെ രാജ്ഞിയായിട്ട് അല്ലേലിയ സ്വീകരിച്ചിരിക്കുന്നു എന്ന് നീ തിരിച്ചറിയണം. അപ്പൊ അവന്റെ അല്ലേലിയ നാമം, നിന്റെ നാമം പകർന്ന തൈലം പോലെ ഇരിക്കുന്നു എന്ന് ദൈവവചനം വായിക്കും. അപ്പൊ യേശു ക്രിസ്തുവിന്റെ നാമം പകർന്ന തൈലം പോലെയാണ്. അല്ലേലിയ. യേശുവിന്റെ രക്തത്തിലൂടെ നമുക്ക് ലഭിക്കുന്ന വീണ്ടെടുപ്പിന്റെ ആ മാധുര്യം അല്ലേലിയ നമ്മൾ എത്ര ശ്രേഷ്ഠത അനുഭവിക്കണം. അതെ, ഇന്ന് നിങ്ങൾ സ്വർഗത്തിൽ അല്ലേലിയ വസിക്കുന്ന ദൈവത്തിന്റെ സനിൽ മണവാട്ടിയാണ്. ഒന്നുകൂടെ ശലോമോന്റെ ഭാഷയിൽ പറഞ്ഞാൽ നിങ്ങളെല്ലാം ദൈവത്തിന് രാജകുമാരന്മാരും രാജകുമാരികളാണ്, കർത്താവിന്റെ മണവാട്ടിയ രാജ്ഞികളാണ്. അല്ലേലേ. അപ്പൊ ഇവിടെ നാം ദൈവത്തിന്റെ വചനത്തെ നമ്മൾ തിരിച്ചറിയുക മാത്രമല്ല അവന്റെ വിലയേറിയ നിഷ്കളങ്ക രക്തം പകർന്നു എന്ന് വീണ്ടും ലൂക്കോസ് 22:44 വായിക്കുക. യേശുവിന്റെ വിലയേറിയ ആ നിഷ്കളങ്ക രക്തം. അല്ലേലിയ. ഗിലെയാദിന്റെ സുഗന്ധ തൈലം പോലെ സുഗന്ധം പരത്തുന്ന, സൗരഭ്യം പരത്തുന്ന, ഏത് പാപിക്കും മനസാന്തം നൽകുന്ന, ഏത് പാപിയെ ശുദ്ധീകരിക്കുന്ന, ഏത് പാപിയുടെ അകൃത്യങ്ങളെ കഴുകിക്കളഞ്ഞ് അവനെ വാസനയ്ക്ക് സൗരഭ്യവാസനയാക്കി മാറ്റുന്ന യേശുവിന്റെ കുരിശിലെ രക്തം. പ്രൈസലോ. ആ രക്തമാണ് ഗത്സമനയിൽ നമുക്ക് വേണ്ടി ചൊരിയപ്പെട്ടെന്ന് പറയുന്നത്. പ്രൈസലോ. അപ്പം ഗത്സമന തൊട്ട് യേശുവിന്റെ രക്തത്തെ കുറിച്ച് നമുക്ക് പഠിക്കാൻ കഴിയും. രക്തം ചെയ്യും. അല്ലേലിയ. അപ്പൊ ഞാൻ ഭാഗം നിർത്തുകയാണ്, നമ്മളെ ഭാഗത്തിലേക്ക് വീണ്ടും കടന്നു വരും. അല്ലേലിയ. അപ്പം പ്രാർത്ഥിക്കുമ്പോൾ അവന്റെ രക്തം അല്ലേലിയ അവന്റെ രക്തം ചൊരിഞ്ഞതിനാൽ ആ രക്തത്തുള്ളികൾ അല്ലേലിയ അല്ലേലിയ നിങ്ങളുടെ ഹൃദയത്തിൽ വീഴുമ്പോൾ അല്ലേലിയ പ്രാർത്ഥിക്കുവാൻ കഴിയാതെ വരുന്ന തടസ്സങ്ങളെ ദൈവം നീക്കിത്തരും. അപ്പൊ യേശുക്രിസ്തു ഗെത്സമനയിൽ വെച്ച് പ്രാണവേദനയിലെ അതിശ്രദ്ധയോടെ പ്രാർത്ഥിച്ചു. അവന്റെ വിയർപ്പ് നിലത്ത് വീഴുന്ന വലിയ ചോരത്തുള്ളി പോലെ ആയെന്ന് നമ്മൾ വായിച്ച ആ യേശുക്രിസ്തുവിന്റെ രക്തം അല്ലേലിയ നിങ്ങളുടെ ഹൃദയങ്ങളിൽ വീഴുമ്പോൾ, അല്ലേലിയ നിങ്ങളുടെ ഹൃദയങ്ങളിലേക്ക് ആ രക്തം വീഴുമ്പോൾ എന്ത് ചെയ്യുന്നു? നിങ്ങൾക്ക് പ്രാർത്ഥിക്കാനുള്ള തടസ്സങ്ങളെ മുഴുവൻ മാറുന്നു. ഇരുളിന്റെ ആധിക്യങ്ങളെ മാറ്റി പ്രാർത്ഥനയുടെ ആത്മാവിനെ ദൈവം നിങ്ങൾക്ക് തരും. അല്ലേലേ. അപ്പൊ ഈ രക്തം നിങ്ങളുടെ ഹൃദയങ്ങളിൽ വീഴണം. പ്രൈസ്. യേശുവിന്റെ രക്തം നിങ്ങളുടെ ഹൃദയങ്ങൾക്കകത്ത് വീഴണം. ഗെത്സമനയിൽ വീണ യേശുവിന്റെ രക്തം, അവന്റെ വിറപ്പ് നിലത്ത് വീഴുന്ന വലിയ ചോരത്തുള്ളി പോലെയായെന്ന് പറയുന്ന ആ സാഹചര്യം നിങ്ങളുടെ ഹൃദയത്തിൽ വെളിപ്പെടണം. പ്രൈസ്. അങ്ങനെ നിങ്ങളുടെ ഹൃദയത്തിൽ വീഴുമ്പോൾ നിങ്ങൾക്ക് മുമ്പിൽ നിൽക്കുന്ന എല്ലാ തടസ്സങ്ങളും ഇരുളിന്റെ ശക്തികളെയും മാറ്റി പ്രാർത്ഥനയുടെ ആത്മാവിൽ നിന്ന് ഉണരുവാൻ കഴിയും.
ഹല്ലേലൂയ. അപ്പം പ്രാർത്ഥനയുടെ ആത്മാവിനെയും അഭയാത്മാവിനെയും യാചനയുടെ ആത്മാവിനെയും അപേക്ഷയുടെ ആത്മാവിനെയും നിങ്ങളുടെ ഉള്ളിലേക്ക് ദൈവം പകരാൻ തുടങ്ങും. ഈ ചോരത്തുള്ളികൾ നിങ്ങളെ പ്രാർത്ഥനാവീരന്മാരാക്കി മാറ്റുന്നു. ഹല്ലേലൂയ. അപ്പം ഗെത്സമനയിലെ പ്രാർത്ഥന നിങ്ങൾ ഹൃദയം കൊണ്ട് ഏറ്റെടുത്താൽ ഹല്ലേലൂയ, നിങ്ങളെ പ്രാർത്ഥനാ വീരന്മാരായി പ്രാർത്ഥന പടയാളികളാക്കി മാറ്റുവാൻ യേശുവിന് കഴിയും. പ്രൈസറോ. അതുകൊണ്ട് ഇന്ന് പകരം കേൾക്കുന്ന മാതാവേ പിതാവേ, ഈ പ്രാർത്ഥന യേശുക്രിസ്തുവിന്റെ ഗെത്സമനയിലെ പ്രാർത്ഥന വിശ്വാസത്തെ നിന്റെ ഹൃദയത്തിൽ വെളിപ്പെടട്ടെ. ഹല്ലേലൂയ. യേശു ഗെത്സമനയിൽ പ്രാണവേദനയിലായതും ഹല്ലേലൂയ അതിശ്രദ്ധയോടെ പ്രാർത്ഥിച്ചതും ആ പ്രാർത്ഥനയിൽ അവന്റെ വിയർപ്പ് നിലത്ത് വീഴുന്ന ചോരത്തുള്ളി പോലെ ആയെന്നുള്ളത് നിന്റെ ഹൃദയത്തിൽ വെളിപ്പെടട്ടെ. നിന്റെ ഹൃദയത്തിനകത്ത് ആ സംഭവം ഉണ്ടാകും. നിന്റെ ഹൃദയത്തിനകത്ത് അത് അനുഭവിക്കുമ്പോഴാണ് നിന്റെ ജീവിതത്തിന്റെ തടസ്സങ്ങൾ മുഴുവൻ മാറിപ്പോകുന്നത്. സ്തോത്രം. നമ്മൾ അനേകരോട് ചോദിച്ചാൽ ഒരു പറയുന്നത് എന്താ, അനേകർ നമ്മെ പ്രാർത്ഥനയ്ക്ക് വിളിച്ചാലും പാസ ഇന്നും പ്രശ്നമാണ്, സന്തോഷമില്ല, സമാധാനമില്ല, വെല്ലുവിളികളാണ്, പോരാട്ടമാണ്, കടങ്ങളാണ്, ബാധ്യതകളാണ്, ശാപങ്ങളാണ്, രോഗങ്ങളാണ്, ബന്ധനങ്ങളാണ്, അതിനൊരു മോചനമില്ല എന്നൊക്കെ പറഞ്ഞ് മനുഷ്യൻ വിതുമ്പുന്നത് നമ്മൾ കണ്ടിട്ടില്ലേ? അവർ പറയുന്നതാണ്, അവരങ്ങനെ അനുഭവിക്കുന്നതുകൊണ്ടാണ് അവർ പറയുന്നത്. അപ്പൊ അതിനൊരു മോചനം വേണ്ടേ സഹോദര സൗകര്യങ്ങൾക്ക്? അല്ലേ അറിയാം, നിങ്ങൾ കടന്നു പോകുന്ന മഹാകഷ്ടത്തിൽ നിന്ന് ഒരു മോചനം വേണ്ടേ? ആ മോചനം യേശു തരാൻ ആഗ്രഹിക്കുക. നിങ്ങൾക്ക് പ്രാർത്ഥിക്കുവാൻ കഴിയാതെ, നിങ്ങൾക്ക് മുന്നേറുവാൻ കഴിയാതെ, ഉയരുവാൻ കഴിയാതെ നിങ്ങളുടെ ജീവിതത്തിൽ നിൽക്കുന്ന തടസ്സങ്ങളെ മാറിപ്പോകണമെങ്കിൽ യേശുക്രിസ്തു ഗെത്സമനയിൽ പ്രാർത്ഥിച്ചതുപോലെ നീ പ്രാർത്ഥിക്കാൻ തയ്യാറാണ്. അഥവാ യേശുക്രിസ്തു ഗെത്സമനയിൽ പ്രാർത്ഥിച്ച പ്രാർത്ഥന ഹൃദയത്തിൽ വെളിപ്പെട്ടിട്ട് നീ അനുഭവത്തിൽ നിന്ന് പ്രാർത്ഥിക്കുമ്പോൾ നിനക്ക് മുമ്പിൽ നിൽക്കുന്ന എല്ലാ തടസ്സങ്ങളും ദൈവം മാറ്റും. ഹല്ലേലൂയ. അപ്പം നിങ്ങൾക്ക് ഉയരത്തിലേക്ക് എത്തുവാൻ കഴിയും, ഉയർച്ച പ്രാപിക്കാൻ കഴിയും. ഹല്ലേലൂയ. നന്മയുടെ കലവറകൾ, നന്മയുടെ വാതിലുകൾ ദൈവം നിങ്ങൾക്ക് വേണ്ടി തുറക്കപ്പെടും. അതുകൊണ്ട് എന്നെ കേൾക്കുന്ന നമ്മുടെ ശ്രോതാവേ, നീ ഒരു പ്രാർത്ഥന പോരാളിയായി മാറണം. നീ ഒരു പ്രാർത്ഥന പോരാളിയായി മാറണം. ഈ കാണുന്ന ഭൂമി എന്ന് പറയുന്നൊരു യുദ്ധഭൂമിയാണ്. ഹല്ലേലൂയ. സാത്താനോട് യുദ്ധം ചെയ്യണമെങ്കിൽ, സാത്താനോട് പോരാടണമെങ്കിൽ, സാത്താന്റെ തന്ത്രങ്ങൾ നിനക്ക് മോചനം വേണമെങ്കിൽ നീ പ്രാർത്ഥനയിലേക്ക് മടങ്ങി വരണം. ഹല്ലേലൂയ. മാനകുലത്തെ മുഴുവൻ തകർക്കാൻ പിശാച് പദ്ധതികൾ ആവിഷ്കരിച്ചുകൊണ്ട് പല തന്ത്രങ്ങളിലൂടെ നിന്റെ അരികിലേക്ക് കടന്നു വരാം. പ്രലോഭനങ്ങളായിട്ടും ചിന്ത മോഹങ്ങളായിട്ടും ആശകൾ ഇച്ഛകളും ഒക്കെ തന്ന് നിന്റെ കുടുംബത്തിൽ നിന്റെ തലമുറയും തകർക്കുവാൻ പൈശാചി ശക്തികൾ ഒന്നടങ്കം എഴുന്നേറ്റ് നിൽക്കുമ്പോൾ അതിന്റെ നടുവിൽ നീ പ്രാർത്ഥിക്കുവാൻ തയ്യാറാകുന്നെങ്കിൽ, യേശുക്രിസ്തു ഗെത്സമനയിൽ പ്രാർത്ഥിച്ച പ്രാർത്ഥന അനുഭവം നിന്റെ ഹൃദയത്തിൽ വെളിപ്പെട്ട് നീ പ്രാർത്ഥനയ്ക്ക് വേണ്ടി മുഴങ്കാലും മുടക്കുന്നെങ്കിൽ നിന്റെ സകല പ്രശ്നങ്ങൾക്കും യേശു പരിഹാരം തരും, രക്തം ചെയ്യും. നമ്മൾ പ്രാർത്ഥിക്കണമെന്നാണ് ദൈവത്തെ നമ്മളെ പഠിപ്പിക്കുന്നത്. ഗെത്സമനയിലെ പ്രാർത്ഥന പഠിപ്പിക്കുന്നത് തന്നെ എന്താണ്? നമ്മളെ പ്രാർത്ഥനയാക്കി മാറ്റുക, നമ്മെ ശക്തമായി പ്രാർത്ഥന പോരാളിയാക്കി മാറ്റുന്നതാണ്. ഹല്ലേലൂയ. ഇവിടെ നാം ദൈവത്തിന്റെ വചനം വായിക്കുമ്പോൾ കാണാൻ കഴിയും. അപ്പൊ മാനുഷികമായ രക്തത്തിൽ ഒരു വലിയ രഹസ്യമുണ്ട്. അല്ലേ? അത് മൃഗത്തിന്റെ രക്തത്തിൽ നിന്നും വ്യത്യസ്തമാകുന്നു. അല്ലേരിയ. ഈ ഭൂമിയിലെ മാനുഷിക രക്തത്തിന് വലിയ രഹസ്യം എന്ന് പറഞ്ഞാൽ അത് മൃഗങ്ങളുടെ, പക്ഷിപർവ്വജാതികളുടെ, ഇഴജാതികളുടെ രക്തത്തെക്കാൾ വ്യത്യസ്തമാകുന്നു. മാംസത്തിന്റെ ജീവൻ അതിന്റെ രക്തത്തിലാണ് ഉള്ളത്. മാത്രമല്ല മനുഷ്യന്റെ രക്തത്തിന് ശബ്ദവും ഭാഷയുമുണ്ട്. ആ രക്തത്തിന്റെ ശബ്ദം ഭൂമിയിൽ നിന്നും സ്വർഗം വരെ എത്തുവാൻ കഴിയും. ഈ ലോകത്തിൽ ഉള്ള ഒരു രക്തത്തിനും ഭാഷയും അല്ലെങ്കിൽ ശബ്ദവുമില്ല. എന്നാൽ കർത്താവായ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ വിശ്വസിച്ച് നാം ദൈവസന്നിധിയിൽ മുന്നോട്ട് പോകുമ്പോൾ, നാം പ്രാർത്ഥിക്കുമ്പോൾ ഒരു ദൈവ പൈതലിന്റെ രക്തത്തിന് ഭാഷയും ശബ്ദവുമുണ്ട്. അല്ലേലി. അത് ഭൂമിയിൽ നിന്ന് അല്ലെങ്കിൽ സ്വർഗം വരെ എത്തുന്നു എന്നുള്ളതാണ് വായിച്ചത്. എന്ന് പറഞ്ഞാൽ സ്തോത്രം, ഭൂമിയിലുള്ള മനുഷ്യന്റെ രക്തത്തിന് വ്യത്യസ്തതയുണ്ട്, മറ്റു മൃഗങ്ങളുടെ രക്തം പോലെയല്ല. അപ്പം ഈ രക്തത്തിന് ഭാഷയും സ്തോത്രം ശബ്ദവും ഉണ്ട് എന്ന് നാം വായിച്ചല്ലോ. അപ്പൊ അതിനെക്കുറിച്ചാണ് നമ്മൾ വായിക്കുമ്പോൾ കാണാൻ കഴിയുന്നത്. സ്തോത്രം. ഉൽപ്പത്തി പുസ്തകം 4-ാം അധ്യായം അതിന്റെ 10-ാം വാക്യത്തിലേക്ക് വരുമ്പോൾ കാണുന്നുണ്ട്. അതിനവൻ അരളിച്ചത്, നീ എന്തു ചെയ്തു? നിന്റെ അനുജന്റെ രക്തത്തിന്റെ ശബ്ദം ഭൂമിയിൽ നിന്ന് എന്നോട് നിലവിളിക്കുന്നു. അപ്പൊ ഇത് ഹാബേലിനെ സംബന്ധിച്ച കായീനും ഹാബേലും. കായീൻ തന്റെ സഹോദരനെ
ആമേൻ വഞ്ചനയിൽ അല്ലെ ചതിവിലൂടെ കൊന്നു കളഞ്ഞപ്പോൾ ഹല്ലേലൂയ ഹാബേലിന്റെ രക്തം ഹല്ലേലൂയ ആമേൻ ഭൂമിയിൽ നിന്ന് നിലവിളിക്കുന്നത് ആമേൻ നമ്മുടെ കർത്താവ് കേൾക്കുന്നു എന്നുള്ളതാണ് നമ്മൾ വായിച്ചത്. അപ്പം മനുഷ്യന്റെ രക്തത്തിൽ എന്തുണ്ട്? ഹല്ലേലൂയ ഭാഷയുമുണ്ട്, ശബ്ദവുമുണ്ട്. ഹല്ലേലൂയ. അപ്പൊ എന്നെ കേൾക്കുന്ന പ്രശ്നിക്കുന്ന ഹല്ലേലൂയ ഇവിടെ ദൈവത്തിന്റെ വചനം വായിക്കുന്നത് ആദ്യമായി ലോകത്തിൽ രക്തം ചൊരിഞ്ഞ മനുഷ്യൻ ഹാബേലാകുന്നു. തന്റെ സ്വന്തം സഹോദരനാൽ യാതൊരു ദയാദാക്ഷിണ്യവുമില്ലാതെ അവൻ കൊല ചെയ്യപ്പെട്ടു. അവന്റെ രക്തത്തെ മൂടി വെക്കാമെന്ന് കായീൻ കരുതി. ഹല്ലേലൂയ. അപ്പൊ ഹാബേലിന്റെ രക്തത്തെ മൂടി വെക്കാം എന്ന് കായീൻ കരുതിയെങ്കിലും ഹാബേലിന്റെ രക്തത്തെ മൂടി വെക്കുവാൻ ഹാബേലിന് കഴിഞ്ഞില്ല. ആ രക്തം ഭൂമിയിൽ നിന്ന് നിലവിളിച്ചത് സ്വർഗത്തിലെത്തി. എന്നെ കേൾക്കുന്ന പ്രശ്നിക്കുന്ന ഈ ഭൂമി വിശുദ്ധന്മാരുടെ രക്തം ചൊരിഞ്ഞിട്ട് വിശുദ്ധന്മാരെ പതിയിരുന്ന് ആക്രമിച്ചിട്ട് വിശുദ്ധന്മാരെ പതിയിരുന്ന് കൊന്നിട്ട് അവരുടെ രക്തത്തെ മൂടി വെക്കുവാൻ വേണ്ടി താങ്കൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ, താങ്കളുടെ പ്രസ്ഥാനം ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ, താങ്കളുടെ ആമീൻ സംവിധാനങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ആമീൻ വിശുദ്ധന്റെ രക്തത്തെ മൂടി വെക്കുവാൻ താങ്കൾക്ക് കഴിയില്ലെന്ന് വിശുദ്ധ വേദപുസ്തകം വെളിപ്പെടുത്തി തരികയാണ്. രക്തം ചെയ്യും വിശുദ്ധന്റെ രക്തത്തെ മൂടി വെച്ച് നീ രക്ഷപ്പെടാൻ ശ്രമിക്കുന്നുണ്ടെങ്കിൽ ദൈവത്തിന്റെ ശാപം നിന്റെ മേൽ വരുമെന്ന് ആ വേദപുസ്തക ഭാഗം വായിക്കുമ്പോൾ കാണാൻ കഴിയും. അവിടെ ഇപ്രകാരം പറയുക, ആമേ നിന്റെ അനുജന്റെ രക്തശബ്ദം ഭൂമിയിൽ നിന്ന് എന്നോട് നിലവിളിക്കുന്നു. ഇപ്പോൾ നിന്റെ അനുജന്റെ രക്തം നിന്റെ കയ്യിൽ നിന്ന് ഏറ്റുകൊള്ളുവാൻ വായി തുറന്ന ദേശം നീ വിട്ട് ശാപഗ്രസ്തനായി പോകണം. ഹല്ലേലൂയ. ആമേ സ്തോത്രം. പിന്നെ അങ്ങോട്ട് ശാപത്തിന്റെ കാര്യങ്ങളാണ് ദൈവവചനം പറയുന്നത്. അപ്പം വിശുദ്ധന്മാരുടെ രക്തം ചിന്തിയാൽ ഹല്ലേലൂയ. എന്നെ കേൾക്കുന്ന ശ്രോതാവി ഇന്ന് പകൽ ഈ ദൈവത്തിന്റെ വചനം നിങ്ങൾ കേൾക്കുമ്പോൾ ആമീൻ ദൈവം തെരഞ്ഞെടുത്ത, ദൈവത്തെ ആരാധിക്കുന്ന, ദൈവത്തെ സേവിക്കുന്ന, സുവിശേഷം വിളിച്ചു പറയുന്ന, സുവിശേഷത്തെ പങ്കാളികളായി മാറിയ യേശുക്രിസ്തുവിനെ ഉയർത്തുന്ന വിശുദ്ധന്മാരുടെ രക്തം നിങ്ങൾ ചീന്തി അതിനെ മണ്ണിട്ട് മൂടാൻ ശ്രമിച്ചാൽ, അല്ലെങ്കിൽ മണ്ണുകൊണ്ട് മൂടിക്കളയാൻ നീ ശ്രമിച്ചാൽ അത് മണ്ണുകൊണ്ട് മൂടിക്കളയുന്ന വിശുദ്ധന്റെ രക്തം ഭൂമിയിൽ നിന്ന് നിലവിളിക്കും. അത് സ്വർഗം വരെ എത്തും. ആ രക്തത്തിന് പകരം കർത്താവ് ചോദിക്കും. അത് നിന്റെ ജീവിതത്തിൽ, നിന്റെ കുടുംബത്തിൽ, നിന്റെ തലമുറയ്ക്ക് അത് ശാപമായി മാറും. നീ ചെയ്യുന്നതെല്ലാം ശാപത്തിന്റെ ആയിരിക്കും. അതുകൊണ്ട് ഇന്ന് പകൽ എന്നെ കേൾക്കുന്ന പ്രശ്നിക്കുന്നതാണ് ആമേൻ നിന്റെ ജീവിതത്തിനകത്ത് നീ ചെയ്തു കൂട്ടിയ സകല പാപങ്ങളും നീ യേശുവിനോട് ഏറ്റുപറഞ്ഞ് മാനസാന്തരപ്പെട്ട് മടങ്ങി വരണമെന്ന് ദൈവാത്മാവ് പറയുക. അപ്പൊ ഇവിടെ ദൈവത്തിന്റെ വചനം പറയുന്നത് ഹല്ലേലൂയ ആമീൻ സ്തോത്രം. അവന്റെ രക്തത്തിന്റെ ശബ്ദം കർത്താവ് കേട്ട് ഭൂമിയിലേക്ക് ഇറങ്ങി വന്നു. നീ എന്ത് ചെയ്തു എന്നാ ചോദിച്ചത്. ഹല്ലേലൂയ. അവിടെ നോക്കി നമ്മളെല്ലാം ഉൽപ്പത്തി 4:10 പറയുന്നത് അതിന് അവൻ നീ എന്ത് ചെയ്തു. പ്രൈസ്. അപ്പൊ നീ എന്ത് ചെയ്തുവെന്ന് യഹോവയായ ദൈവം കായീനോട് ചോദിച്ചെങ്കിൽ ഹാബേലിന്റെ രക്തത്തിന് അത്രമാത്രം വിലയുണ്ടെങ്കിൽ എന്നെ കേൾക്കുന്ന സ്നേഹിത ഹാബേലിന്റെ രക്തത്തെക്കാൾ വിലയേറിയ പുണ്യാഹ രക്തം യേശുവിന്റെ രക്തത്താൽ വീണ്ടെടുക്കപ്പെട്ട ദൈവമക്കളുടെ രക്തം ചുരിയിക്കരുത്. പ്രൈസലോ. ഹല്ലേലൂയ. അപ്പൊ ഞാൻ ആ ഭാഗം പറഞ്ഞു നിർത്തുകയാണ്. വീണ്ടും നാം ദൈവത്തിന്റെ വചനം വായിക്കുമ്പോൾ കാണുന്നുണ്ട് പാപങ്ങളിലെ ഏറ്റവും വലിയ പാപം രക്തപാപമാകുന്നു. കറകളിലെ ഏറ്റവും വലിയ കറ രക്തക്കറയാകുന്നു. പാപങ്ങളിലെ ഏറ്റവും വലിയ പാപം എന്ന് പറഞ്ഞാൽ രക്തം ചൊരിയിക്കുന്ന പാപമാണ്. കറകളിലെ ഏറ്റവും വലിയ കറ എന്ന് പറയുന്നത് രക്തത്തിന്റെ കറയാണ്. ഹല്ലേലൂയ. ഈ യോദ്ധാക്കന്മാർ രക്തത്തിനടുത്ത് നിന്ന് ആവേശത്തോടെ പ്രതിജ്ഞ ചെയ്യാറുണ്ട്, വെല്ലുവിളിക്കാറുണ്ട്. മാത്രമല്ല രക്തമെടുത്ത് നെറ്റിയിൽ വിരല് കൊണ്ട് തേച്ചിട്ട് തേക്കാറുണ്ട്. അങ്ങനെ രക്തത്തിൽ ചില തീരുമാനമെടുക്കാറുണ്ട്. എന്നാൽ ദൈവമക്കളാകുന്ന നിങ്ങൾ യേശുക്രിസ്തുവിന്റെ രക്തത്താൽ ഗത്സമന തോട്ടത്തിലെ പ്രാർത്ഥനയുടെ ആത്മാവിനാലും യാചനയുടെ ആത്മാവിനാലും അപേക്ഷയുടെ ആത്മാവിനാലും നിറയപ്പെടണം. യോദ്ധാക്കന്മാർ രക്തമെടുത്ത് നെറ്റിയെ തേച്ച് അവർ പ്രതിജ്ഞ ചെയ്യുന്നത് പോലെ അല്ല നമ്മൾ ചെയ്യുന്നത്. യേശുക്രിസ്തു ഗത്സമനയിൽ ചുരിഞ്ഞ ആ രക്തം
ഹല്ലേലൂയ. അവൻ പ്രാണവേദനയിലായി ശ്രദ്ധയോടെ പ്രാർത്ഥിച്ചു. അവന്റെ വിയർപ്പ് നിലത്ത് വീഴുന്ന വലിയ ചോരത്തുള്ളി പോലെയായി. ഇബ്രായലേഖനം നമ്മൾ 5:7 വായിച്ച പോലെ അവൻ അപേക്ഷയും അഭയാചനയും കഴിച്ചെന്ന് പറഞ്ഞതുപോലെ നിങ്ങൾ ഗത്സമനയിലെ പ്രാർത്ഥന ഏറ്റെടുത്തുകൊണ്ട് നിങ്ങൾ അപേക്ഷയുടെയും യാചനയുടെയും ഹല്ലേലൂയ ആമി സ്തോത്രം ആമീൻ ഹല്ലേലൂയ ആമി ആത്മാവിനാൽ നിങ്ങൾ നിറയപ്പെട്ട് ദൈവസന്നിധിയിലെ ഒരു പ്രാർത്ഥന പോരാളിയായി മാറണം. രക്തം ചെയ്യും ഹല്ലേലൂയ. നിന്റെ സകല പ്രശ്നങ്ങൾക്കും പരിഹാരം വേണമെങ്കിൽ നീ പ്രാർത്ഥനാ ജീവിതത്തിലേക്ക് മടങ്ങി വരണം. ഹല്ലേലൂയ. അതുകൊണ്ട് ദൈവത്തിന്റെ വചനം വായിക്കും. നമ്മൾ ലൂക്കോസിന് സുവിശേഷം 22-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ നമ്മൾ ആ ഭാഗം വായിച്ചത്. ഹല്ലേലൂയ. മത്തായിയുടെ സുവിശേഷം 26-40 വായിക്കുവാണ്. പിന്നെ അവൻ ശിഷ്യന്മാരുടെ അടുക്കൽ വന്ന് അവ ഉറങ്ങുന്നത് കണ്ട് പത്രോസിനോട്, എന്നോട് കൂടെ ഒരു നാഴിക പോലും ഉണർന്നിരിപ്പാൻ നിങ്ങൾക്ക് കഴിഞ്ഞില്ലയോ എന്ന് ആമേൻ ചോദിക്കുന്നത് കാണാൻ കഴിയും. ഇതും യേശുക്രിസ്തുവിന്റെ ഗത്സമനിലെ ഭാഗമാണ്. ആ ഭാഗത്തിലേക്ക് കടന്നുപോയി വിരിക്കാൻ സമയമില്ലാത്തതുകൊണ്ട് എന്നെ കേൾക്കുന്ന സ്നേഹിത, നീ ഉറങ്ങിപ്പോകാതെ മയങ്ങിപ്പോകാതെ, ശിഷ്യന്മാർ ഉറങ്ങി മയങ്ങിപ്പോയതുപോലെ നീ ഉറങ്ങിപ്പോകാതെ മയങ്ങിപ്പോകാതെ യേശുക്രിസ്തുവിന്റെ ഗത്സമനിലെ പ്രാർത്ഥന ഹൃദയത്തിനകത്ത് വന്ന് ഹൃദയത്തിനകത്ത് ആ പ്രാർത്ഥന അന്തരീക്ഷം നീ ഏറ്റെടുത്തുകൊണ്ട് അനുഭവം ഏറ്റെടുത്തുകൊണ്ട് നീ ഇന്ന് പകൽക്കാലം പ്രാർത്ഥിക്കുവാൻ തയ്യാറാകുന്നെങ്കിൽ നിന്റെ ജീവിതത്തിൽ കുടുംബത്തിൽ നിന്റെ മക്കളിൽ തലമുറയിൽ നിന്നിൽ വ്യാപരിക്കുന്ന സകല ശാപങ്ങളും പാപങ്ങളും മാറി ആമേൻ യേശുവിന്റെ രക്തത്താൽ നിനക്ക് മോചനമുണ്ടെന്ന് മാത്രമല്ല നിന്നെ ശക്തനായി പ്രാർത്ഥന പോരാളിയാക്കി മാറ്റിയെടുക്കാൻ ദൈവത്തിന് കഴിയുക, പ്രാർത്ഥനയ്ക്ക് കഴിയുമെന്നുള്ളത് ഇവിടെ ദൈവത്തിന് നമ്മെ ഓർപ്പിക്കുക. ഹല്ലേലൂയ. നീ വായിച്ച വചനത്തിലേക്ക് നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ ആഗ്രഹിക്കുക. അവൻ പ്രാണവേദനയിലായി അതിശ്രദ്ധയോടെ പ്രാർത്ഥിച്ച് അവന്റെ വിയർപ്പ് നിലത്ത് വീഴുന്ന വലിയ ചോരത്തുള്ളി പോലെയായി. അത് യേശുവിന്റെ രക്തം ലോകത്തിലുള്ള സകല രക്തത്തെക്കാൾ വിലയേറിയതാണ്. അത് സുഗന്ധം പകരുന്നതാണ്. ഹല്ലേലൂയ. ഇലയാദിന്റെ സുഗന്ധ തൈലം പോലെ രക്തം സുഗന്ധ തൈലമായി സുഗന്ധമായി ആമി ഏത് പാപിയും പാപത്തിന് പരിഹാരം നൽകി സൗരഭ്യവാസനയിലേക്ക് കൊണ്ടുവരുവാൻ യേശുക്രിസ്തുവിന്റെ രക്തത്തിന് കഴിയും. അതുകൊണ്ട് ഗത്സമനയിലെ പ്രാർത്ഥനയുടെ അനുഭവത്തിലേക്ക് നിങ്ങൾ മടങ്ങി വരണം. താങ്കളൊരു പാപിയായ താങ്കൾക്ക് മോചനം പ്രാപിക്കണമെങ്കിൽ നിങ്ങൾ യേശുവിലേക്ക് വരണം. ഇന്ന് പകൽ ആരെങ്കിലും പാപത്താലും ശാപത്താലും രോഗത്താലും ബന്ധനത്തിലും കണ്ണുനീര് നടിയോട് കടന്നു പോകുന്നുണ്ടെങ്കിൽ ഇന്ന് പകൽ പരിശുദ്ധാത്മാവ് പറയുന്നത് മാനവരാശിയുടെ രക്ഷയ്ക്ക് വേണ്ടി ഗത്സമനയിൽ പ്രാണവേദനയിലായ യേശുവിന്റെ ആ പ്രാർത്ഥന അനുഭവത്തെ നീ ഹൃദയത്തെ സ്വീകരിച്ചുകൊണ്ട് നിന്നെ ഈ പ്രാർത്ഥനയ്ക്ക് വേണ്ടി യേശുവിന്റെ സന്നി സമർപ്പിച്ചു കൊടുക്കുന്നെങ്കിൽ ഇന്ന് പകൽ നിന്റെ ജീവിതത്തിനകത്ത് ഒരു വിടുതൽ ദൈവം തരും. നിന്റെ സകല കഷ്ടങ്ങളും ശാപങ്ങളും നീക്കിത്തരുവാൻ യേശുക്രിസ്തുവിന് കഴിയുമെന്ന് ഈ വചനഭാഗം പഠിക്കുക. അതുകൊണ്ട് ഇത് മകൻ എന്നെ കേൾക്കുന്ന യേശുവിന് സമർപ്പിച്ചു കൊടുക്കാൻ കഴിയുമോ? യേശുക്രിസ്തുവിന് സമർപ്പിച്ചു കൊടുക്കാൻ കഴിയുമോ? യേശു വരാൻ സമയമായി നിത്യജീവനെ പ്രാപിച്ച് നീ സ്വർഗരാജ്യത്തിൽ കാണണമെന്ന് യേശു ആഗ്രഹിക്കുക. സകല പാപങ്ങൾ ഏറ്റുപറഞ്ഞ് എന്നോടൊപ്പം ചേർന്ന് പ്രാർത്ഥിച്ചാട്ട് പരിശുദ്ധ ഞങ്ങളുടെ നല്ല ദൈവമേ സ്വർഗ്ഗ പിതാവേ, അനുഗ്രഹിക്കപ്പെട്ട നല്ല സമയത്തിനായി സ്തോത്രം. വചനം കേട്ടുകൊണ്ടിരിക്കുന്ന വലിയവരെയും ചെറുവരെയും ദൈവരങ്ങൾ ഏൽപ്പിക്കുന്നു. കർത്താവിയുടെ കേരളത്തിലെ അല്ലെങ്കിൽ 3,47,00,000 ജനങ്ങൾ തലമുറ നടത്തിപ്പെടാത്ത അന്യസ്ഥാനത്തുള്ള ആളുകൾ ഇന്ത്യയിലെ കർത്താവ് 140 കോടി ജനത്തിനായി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അല്ലെങ്കിൽ 6,00,000 ഗ്രാമങ്ങൾക്കകത്ത് വലിയ ശുദ്ധീകരണം ജനത്തിൽ കൊടുക്കണമേ. ലോകരാജ്യങ്ങൾ 7 ഭൂഖണ്ഡങ്ങളെയും 800 കോടി ജനത്തിനായി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. പാപത്തിലും ശാപത്തിലും മദ്യത്തിലും മയക്കൂരിലും വെറുക്കൂത്തുകളും ദുർനടപ്പിലും വിചാരിത പരസംഗം വിഗ്രഹാരാധനയും ആമി മോഷണം പിടിച്ചു അഴിമതി കരിഞ്ഞത്ത പൊരുത്തിലൂടെ ആമി കർത്താവി വിശുദ്ധന്മാരുടെ രക്തം ചൊരിയിച്ചുകൊണ്ട് ഹല്ലേലൂയ ഈ ലോകത്തിൽ സുഖലോലുപ ജീവിതം നയിക്കുന്ന പാപികളായിരിക്കുന്ന സകല ജനത്തെയും ദൈവ സന്ദർശകർ മാനസാന്തരം കൊടുക്കണമേ. വില്ലേജ്, പഞ്ചായത്ത്, മുനിസിപ്പാലിറ്റി, കോർപ്പറേഷൻ, താലൂക്ക്, ബ്ലോക്ക്, ജില്ലാ ഭരണ മേധാവികൾ, സംസ്ഥാനങ്ങൾ, രാജ്യങ്ങൾ, രാഷ്ട്രങ്ങളെ ഭരിക്കുന്ന ഭരണപ്രദേശ പാർട്ടികൾ, ഹല്ലേലൂയ കർത്താവേ, മത സാമൂഹിക സാംസ്കാരിക സംഘടന, ചരിത്ര മാധ്യമ മീഡിയ, സയന്റിസ്റ്റ്, എഞ്ചിനീയർമാർ, സകലമേഖല, പൊതുമേഖല, ആരോഗ്യമേഖല, വിദ്യാഭ്യാസ, സാമ്പത്തിക മേഖല, ഹല്ലേലൂയ ഭാഗ്യ മേഖല ആയിരിക്കുന്നവരെല്ലാം ഞങ്ങൾ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. കർത്താവിയുടെ കരസേന, വ്യോമസേന, നാവികസേന അധികാരികൾ, CRPF, ക്രമസമാധാന പാലകൾ, പോലീസിലെ വിവിധ സെക്ഷനുകൾ, നിയമനിർമ്മാണ രഹസ്യാംശങ്ങളെ, ജുഡീഷ്യൽ വിവിധ വകുപ്പുകളെ, കരയിലും കടലും ആകാശമാർഗം വാഹനോടിക്കും വാഹനത്തിൽ യാത്ര ചെയ്യുന്നവർ, വാഹന നിർമ്മിത സെയിൽസ് ചെയ്യുന്നവരെ, കടലോരവാസികളെ, തീരദേശവാസികളെ, മത്സ്യബന്ധന കടന്നുവരിക്കും സമുദ്രത്തിന് ആടുകളും കരികളും കമ്പനിയിൽ ജോലി ചെയ്യുന്നവർ, ആമി കൺസ്ട്രക്ഷൻ മെക്കാനിക്, മോട്ടോർ രംഗത്ത് ആമി യൂണിക് ജോലി ചെയ്യുന്നവർ, ആമി സകല ആമി മേഖല ജോലി ചെയ്യുന്നവർ, ഹല്ലേലൂയ എല്ലാ ടാക്സി ഓട്ടോ ഡ്രൈവേഴ്സിന് വേണ്ടി ഞങ്ങൾ ദൈവരങ്ങൾ ഏൽപ്പിക്കുന്നു. യേശുവിന്റെ ഭാര്യത്തെ കൗമാരി യുവരത്തിൽ വാങ്ങി രാജപുരത്തിൽ കോളേജിലായിരിക്കുന്നവർ, തടവകയിലായിരിക്കുന്നവർക്കായി പ്രാർത്ഥിക്കുന്നു.
മദ്യത്തിന് മയക്കുപാനിന് അടിപ്പെട്ട് സാത്താൻ ആരാധന ബന്ധിക്കപ്പെട്ട് കിടക്കുന്നവർ, ഈ ലോകത്തിലെ ജഡിക ആരാധന വിഗ്രഹാരാധന ബന്ധിക്കപ്പെട്ട് കിടക്കുന്നവർക്ക് ജനം മനസ്സാന്തരം കൊടുക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. വിദേശ രാജ്യം ജോലിക്ക് കടത്തുപോരിക്ക് പഠിക്കുന്നവർ, ജോലി ചെയ്യുന്ന വിദേശ വിസ നഷ്ടപ്പെട്ട മടങ്ങി വരെ കഴിയാതെ ഭാരപ്പെടുന്നവർ, വിദേശ രാജ്യത്തിൽ കടന്നു പീഡനമരിക്കേണ്ട സൗരന്മാർ എല്ലാം ഞങ്ങൾ ഓർത്ത് പ്രാർത്ഥിക്കുന്ന കർത്താവ് വിടുതൽ കൊടുക്കണമേ. സുവിശേഷം മുഖാന്തരം കഷ്ട സഹിക്കുന്ന ദൈവത്തിന്റെ ദാസിദാസന്മാരുടെ തലമുറകളെ സുവിശേഷമായി ജയിലറയിൽ കിടക്കുന്നവർക്കാണ് പ്രാർത്ഥി മോചന ദൈവം കൊടുക്കണമേ പ്രാർത്ഥിക്കുന്നു. മാനകുലത്തിന്റെ പാപത്തിന് വേണ്ടി പരിഹാരത്തിന് വേണ്ടി ഇടിവിന്ന് പ്രാർത്ഥിക്കുന്ന ഞങ്ങളുടെ അഭിഷക്തന്മാരെ ദൈവം സൂക്ഷിക്കുകയും പരിപാലിക്കുകയും ചെയ്യണമേ. ഞങ്ങളുടെ ദാസിദാസന്മാർക്ക് വേണ്ടി ദൈവം കൃപയുടെ തലമുറയെ ദൈവം അനുഗ്രഹിക്കണമേ. ഇതുപോലെ ഭാവി സ്തോത്രം ലോകമാണ് നടക്കുന്ന വ്യത്യസ്ത കൂട്ടായ്മകളുടെ മേൽ ദൈവ സാന്നിധ്യം പതിവട്ടയാകണമേ പ്രാർത്ഥിക്കുന്നു. ഒരു കൂടി സാഹചര്യത്തെ സമർപ്പിക്കുന്നു. പിതാവിന്റെയും പുത്രന്റെ പരിശുദ്ധന്മാരുടെ നാമത്തിൽ ജനത്തെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുകയാണ്. യേശുക്രിസ്തുവിന്റെ വലിയ നാമത്തിൽ തന്നെ. ആമേൻ, 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 ആമേൻ.